യാതൊരു തരത്തിലുള്ള ഈഗോ ഇല്ലാതെ പാട്ടുകൾ ആര് വേണമെങ്കിൽ ചെയ്തോ, BGM ചെയ്യാൻ ഞാൻ വരാം, റെഡിയാണ് എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഇവര് ഭയങ്കര ബ്രില്യൻസാണ്. അതിൻ്റെ അകത്ത് ഞാൻ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്, ഈ ക്ലാരയും ജേഷനും വരുമ്പോഴുള്ളൊരു വെസ്റ്റേൺ നോട്ടും രാധ ട്രാക്കിന് അദ്ദേഹം വീണയിലൊരു ഇതാണ്. വീണയിൽ പുള്ളി ചെയ്ത് എനിക്ക് ഏറ്റവും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒന്ന് നൊമ്പരത്തിപ്പൂവിലൊരു വീണയുണ്ട്. അതിങ്ങനെ തേങ്ങുന്ന വീണയാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ണീര് വരും. അങ്ങനൊരു അത് ആ പടത്തിൻ്റെ പല പോർഷൻസിലും പല ഇൻസ്ട്രുമെൻസിലും അത് വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വയലിനാകാം, ചിലപ്പോൾ വീണയാകാം, അതിമനോഹരമാണ്, ചിലപ്പം പിയാനോ ആകാം. അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോൺസൺ ആയിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മ്യൂസിക് MG രാധാകൃഷ്ണനായിരുന്നു. അതെ അതെ, രണ്ടും നല്ല പാട്ടുകളായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ONVയുടെ പാട്ടുകളാണ്, രണ്ട് പാട്ടും ഫീമെയിലാണ്, ചിത്രയാണ് പാടിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് ചാർട്ടിലൊന്നും കയറാത്ത പാട്ടുകളാണ്, പക്ഷെ നല്ല മൂടുള്ള പാട്ടുകളാണ്. പടത്തിന്റെ പേര് തന്നെ വളരെ ഡിഫറെന്റ് ആണ്, അങ്ങനെ ഒരു പ്രയോഗമൊന്നും കണ്ടിട്ടില്ല. നൊമ്പരത്തിപ്പൂവ് എന്നുള്ള ഒരു പേര് തന്നെ പക്ഷെ അർഹിക്കുന്ന ഒരു പ്രാധാന്യം കിട്ടാതെ പോയൊരു സിനിമ കൂടിയാണത്. അതെ, അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പടങ്ങളിലൊന്നാണ്. അച്ഛന് ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെ ഏറ്റവും നല്ല പടങ്ങൾ ഓടിയിട്ടില്ല. അരപ്പട്ട കെട്ടി ഗ്രാമത്തിൽ ഒരിടത്തേ ഇല്ല. ഒരിടത്തൊരു ഫിലിം ഓടിയില്ലെങ്കിലും അത് ലാഭമായിരുന്നു. മറ്റൊരു രീതിയിൽ അംഗീകാരങ്ങളും പലരും സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. നിർമ്മാതാവിന് നഷ്ടം വന്നിട്ടില്ല. പക്ഷേ നൊമ്പരത്തിപ്പൂവിനൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഗാന്ധിപതി ബാലൻ ചേട്ടൻ്റെ ഒരു വലിയ മനസ്സാണ് അതിൻ്റെ പുറകിൽ. അദ്ദേഹം അതിനെപ്പറ്റി ബോധേടല്ല. നൊമ്പരത്തിപ്പൂ ഫ്ലോപ്പ് ഫെയിലിയറാണ്. പക്ഷേ അടുത്ത പടമായ തൂവാനത്തുമ്പികൾ എടുക്കുന്നത് അദ്ദേഹമാണ്. ഒരു പ്രശ്നവുമില്ല, അദ്ദേഹം വന്ന് എടുക്കുകയാണ്. അതാണ് അന്നത്തെ ഒരു അഭിരുചിയുടെ, പ്രൊഡ്യൂസറിൻ്റെ ഒരു അഭിരുചിയും സംവിധായകനിൽ എന്ത് വന്നാലും നല്ല പടമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണല്ലോ അദ്ദേഹം എടുക്കുന്നത്. മറ്റൊരു പ്രൊഡ്യൂസറായിരുന്നു, അത് ഡിസ്ട്രിബ്യൂഷൻ മാത്രമായിരുന്നു ഗാന്ധിമതി ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നത്. സ്റ്റാൻലി അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ഇത് മുന്നോട്ട് നീങ്ങുന്നില്ല എന്നായപ്പം ബാലഞ്ചേട്ടനാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ചിത്രം സംഭവിക്കുന്നത്. അതെ, തൂവാനത്തുമ്പികൾ ഈ പറഞ്ഞ മാതിരി കുറുപ്പ് സാറായിരുന്നു. കുറുപ്പ് സാറ് എഴുതാനിരിക്കുകയായിരുന്നു. അതിൽ കുറുപ്പ് സാറിനെ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആദ്യം ഈ തിരക്കഥ വായിച്ച് വളരെ എക്സൈറ്റഡായി കുറുപ്പ് സാർ. അച്ഛൻ അത് വന്ന് ഇങ്ങനെ പറഞ്ഞു, സാറെന്നേ പറയുള്ളൂ. വീട്ടിൽ വന്ന് അമ്മയെടുത്ത് പറഞ്ഞത്, സാറിന് ഭയങ്കര ചിരിയായിരുന്നു. ഈ തിരക്കഥ അച്ഛൻ വായിച്ച് കേൾപ്പിക്കുമല്ലോ, അച്ഛൻ പൂർണ്ണമായിട്ട് വായിച്ച് കേൾപ്പിച്ചു. അച്ഛൻ എഴുതുന്നത്, ഞങ്ങളുടെ ഒരു ഫ്ലാറ്റുണ്ട്, അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്ത് അച്ഛൻ എഴുതുന്നത് അവിടെ ഇരുന്നായിരുന്നു, DPA ജംഗ്ഷൻ. അപ്പോൾ അവിടെ ഇരുന്നത് വായിച്ചിട്ട് ഏതോ ഒരു സ്ഥലത്ത് വന്നപ്പം അച്ഛൻ ആദ്യം എഴുതിയ തിരക്കഥയിൽ കുറേ കൂടി രംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛയമ്മ എന്നൊരു വാക്കുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമോ പത്മരാജൻ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ, അതായത് കുറുപ്പ് സാറിൻ്റെ ഭാര്യയുടെ സ്ഥലം വെള്ളവനാട് ഭാഗത്താണ്. അവിടെ അച്ചമ്പങ്ങളെന്നാണ് പറയുക എന്ന് പറയും. അപ്പോൾ അച്ചയമ്മ എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ അമ്മയുടെ നാട്ടിൽ പറയുന്ന സാധനമാണ്, അച്ഛൻ്റെ സിസ്റ്ററിനെ. അപ്പോൾ അത് ആദ്യത്തെ ഇതിലുണ്ടായിരുന്നു, അച്ചയമ്മ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് പിന്നീട് വിട്ടുപോയി. അപ്പോൾ അതൊക്കെ പുള്ളി അതൊന്ന് തിരക്കണം, അത് അച്ചമ്പങ്ങളെന്നല്ലേ എന്നൊക്കെ, അതൊന്ന് പത്മനാഭൻ തിരക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ബോംബെ രവി മ്യൂസിക് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതായത് ആ സമയത്ത് പഞ്ചാഗ്നി നക്ഷത്രങ്ങളൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയം. വൈശാലി ഇറങ്ങിയിട്ടുണ്ടല്ലോ. വൈശാലി ആയിട്ടില്ല, വൈശാലി പിന്നീടാണ് 87, 88 ഇത് 86 പിന്നെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആ സമയത്താണ്. അന്ന് ബോംബെ രവി ഒരു പാട്ടിന് 1 ലക്ഷം രൂപയാണ്. അന്ന് മൊത്തം ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 8 രൂപ 10 രൂപ. അത് താങ്ങാൻ പറ്റത്തില്ലല്ലോ. അത് ഒരു പുതിയ നിർമ്മാതാവായിരുന്നു അന്ന് ആദ്യം തുടക്കത്തിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് പ്രയാസമാണ്. പെരുമ്പാവൂർ സാറിനെ ആണ് വിളിക്കുന്നത്. പെരുമ്പാവൂരുമായിട്ടുള്ള പരിചയം ആകാശവാണി. അപ്പം അതിനൊരു കാര്യമുണ്ട്. പെരുമ്പാവൂർ എപ്പോഴും ഒരിക്കൽ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പെരുമ്പാവൂറും കൈതപ്പുറവും, അന്ന് അദ്ദേഹം സിനിമയിലേക്ക് വന്നിട്ടില്ല, ഏതോ ഒരു ലളിത ഗാനം ഇവർ ഒരുമിച്ച് കമ്പോസ് ചെയ്തൊരു പാട്ട്, അത് ചിത്രയും ഇടവാ ബഷീറും പാടിയ പാട്ടാണ് എന്ന് പറഞ്ഞു. ആ പാട്ട് ഏതാണെന്ന് രണ്ടുപേർക്കും ഓർമ്മയില്ല. ഓണംകേറാ മൂലകളിൽ സിന്ദൂരം എന്തോ പറഞ്ഞൊരു വരിയുണ്ട്, കൈതപ്പുറം പറഞ്ഞാണ്. അപ്പോൾ ആ വരി ഗംഭീരമായിരിക്കുന്നു കൈതപ്പുറം എന്ന് അച്ഛൻ പറഞ്ഞിട്ട് ആ പാട്ടിനെ പറ്റി അച്ഛൻ ഭയങ്കര കാര്യമായിട്ട് പ്രശംസിച്ചു. ആകാശവാണിയുടെ ഏതോ ഒരു കോറിഡോർസിൽ എവിടെയോ വെച്ചിട്ടാണ്. ഉടൻ പെരുമ്പാവൂർ കയറി പറഞ്ഞു, പപ്പേട്ടൻ്റെ ഒരു പടത്തെ എനിക്ക് മ്യൂസിക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ ഒരിക്കലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് തൂവാനത്തുമ്പികളിൽ വിളിക്കുന്നത്. അച്ഛൻ്റെ മനസ്സിൽ ഇത് കിടന്നിട്ടുണ്ടാകാം. ഇത് വിളിച്ചപ്പോൾ തന്നെ കുറുപ്പ് സാറിന് അത്ര താല്പര്യം തോന്നിയില്ല. കാരണം അദ്ദേഹത്തെക്കാളും എത്രയോ ജൂനിയറായ ഒരാൾ, പുതിയൊരാൾ, അദ്ദേഹം ആഗ്രഹിച്ചത് ബോംബെ രവിയുടെ കൂടെ, കാരണം അദ്ദേഹത്തിന് ആ സിനിമയിൽ അത്രയും മനസ്സിൽ നിറഞ്ഞിട്ടുണ്ടാകാം തിരക്കഥ. അത് കഴിഞ്ഞ് ഒരു പാട്ട് ചെയ്തു. ടു ബി ഫെയർ നല്ല 2 പാട്ടുകളാണ്. എനിക്കിപ്പോഴും അതിൻ്റെ അകത്ത് 1-2 വരികൾ ഓർമ്മയുണ്ട്. രണ്ടിൻ്റെയും ട്രാക്ക് പാടിയിരിക്കുന്ന വേണുചേട്ടൻ മറന്നുപോയി, പക്ഷേ എനിക്കതിൻ്റെ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതെ അതിങ്ങനെയായിരുന്നു എൻ്റെ. ഇനി നിൻ മനസ്സിൻ്റെ കൂട് തുറന്നതിൽ
ഒരു മിന്നാമിന്നിയെ കൊണ്ടുവയ്ക്കാം, ഇറ്റുവെളിച്ചത്തിൻ തുള്ളികളാലതിൽ ഇത്തിരി പൂക്കൾ ചൊരിയാം, ഇത്തിരി പൂക്കൾ ചൊരിയാം. ഇങ്ങനെയാണ്. ഒരു നുള്ളുമണി നെല്ലിതാർക്കു വേണ്ടി കരുതി വച്ചു, കാത്തു കരുതി വച്ചു. ഇങ്ങനെയാണ് പോകുന്നത്. ലാ 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 ലാ. ഇത് വേണുചേട്ടനും ഓർമ്മയില്ല, പെരുമ്പാവൂർ സാറിനും ഓർമ്മയില്ല. ഞാൻ പിന്നീട് ഒരിക്കൽ വേണുചേട്ടന് പാടിക്കൊടുത്തപ്പോൾ അദ്ദേഹം ഓർമ്മയിൽ നിന്ന് 2-3 വരി പാടി. കഷ്ടം, ആ പാട്ടൊക്കെ സമാഹരിക്കാൻ പറ്റിയില്ല. അതുകൂടാതെ വേറെയും നല്ലൊരു പാട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പം അച്ഛനും ഓക്കെ, കാരണം അതൊരു ഗസൽ പോലെ വളരെ ലൈറ്റായിട്ടുള്ള ഇതാണ് മറ്റേ ഇതിന് പകരം വന്ന പാട്ടാണ് ഒന്നാം രാഗം പാടി. അതാണ്. അപ്പോൾ അത് മൂഡ് അങ്ങനെയായിരുന്നു. ഒരു വേണമെങ്കിൽ ഒരു MBS ലൈനിലൊക്കെ പെടുന്ന ഒരു കുറച്ചുകൂടെ പെൻസീവായിട്ടുള്ളൊരു പാട്ട്. അതേ സമയത്ത് അച്ഛൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ്റെ പാടുന്ന നേരെ മൂത്ത ചേട്ടൻ, അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ആ ഒരു സർവേ ഒരു ട്രെയിനിങ് 1 മാസത്തേക്കോ മറ്റോ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം വീട്ടിൽ വന്നു. അപ്പോൾ അച്ഛൻ ചേട്ടാ ഇതൊന്ന് കേട്ടിട്ടൊന്ന് പറ എങ്ങനെയുണ്ട്. പുള്ളി കേട്ടിട്ട് പറഞ്ഞു, പാട്ടൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് വെറും ലൈറ്റ് സോങ്ങാ എന്ന് പറഞ്ഞു. ഇത് കൃത്യം ലൈറ്റ് സോങ്ങാണ്, ലളിതഗാനമാണ്. അത് സത്യമാണ്. കാരണം അതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് സോങ്ങിൻ്റെ അദ്ദേഹം അതിൽ നിന്ന് വന്ന ആളല്ലേ. അപ്പോൾ ഇത് പിന്നീട് ഇതേ കാര്യം ഞാൻ മനസ്സിലാക്കുന്ന ഗാന്ധിമതി ബാലചന്ദ്രൻ ഒറ്റ പറഞ്ഞത് അങ്ങോട്ടൊരു ഗുമ്മ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഈ 2 പാട്ടുകൾക്ക്. അപ്പോൾ ഇത് മാറ്റണം എന്നുള്ളൊരാവശ്യമായി. അച്ഛനിത് പറയാൻ മടിയുണ്ട്. കുറുപ്പ് സാറിൻ്റെ അടുത്ത് ഇതൊന്ന് മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞു. സാറിന് ദേഷ്യം വന്നു. സാർ സാധ്യമല്ല എന്ന് പറഞ്ഞു. കാരണം ആ പാട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകളാണ് എന്ന് എൻ്റെ അമ്മയടക്കം പറഞ്ഞതാണ്. അപ്പോൾ ഇത് അച്ഛൻ പറഞ്ഞു അതിലത് മാറ്റണം എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല, പുള്ളി മാറ്റില്ല. അവിടെ വെച്ച് അവർ ഡിസോസിയേഷൻ, വർഷത്തെ ബന്ധം. പക്ഷേ വിള്ളൽ വന്നെങ്കിലും അവരൊരുമിച്ച് പിന്നീട് ഒരുമിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവസാനമൊക്കെ ഇപ്പോൾ കുറുപ്പ് സാറ് അച്ഛൻ്റെ അടുത്ത് ഏതോ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ വളരെ ഹൃദ്യമായിട്ട് സംസാരിച്ച കാര്യമൊക്കെ പറയുകയും അന്നത്തെ കാലത്ത് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയ സമയമാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പത്മനാഭൻ്റെ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് അച്ഛൻ വീട്ടിൽ എന്ന് പറഞ്ഞാണ്. പറഞ്ഞത് വിചാരിച്ച പോലെ ശരിയായില്ല സാർ എന്ന് പറഞ്ഞു. അല്ല, എൻ്റെ മകൻ പറഞ്ഞു, രാജീവ് പറഞ്ഞു ആ പടം നല്ലതാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത് അച്ഛന് ഭയങ്കര ആശ്വാസമായി. അന്ന് ആ പടം മോശം അഭിപ്രായം ഉള്ള സമയം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു. അത് അന്നത് അത്രയൊന്നും സ്വീകരിക്കപ്പെട്ടില്ല പല കാരണങ്ങളും. അതിൽ 2 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നിയത്. ഒന്ന്, ഈ പറഞ്ഞ സീരിയൽ കില്ലിംഗ് പരിപാടികൾ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു മലയാളത്തിൽ സീരിയൽ കില്ലിംഗ് എന്നുള്ള. അച്ഛന് തന്നെ വിഷയം അങ്ങോട്ട് വിചാരിച്ച പോലെ ശരിയായില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ഒരു ആശ്വാസം പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, എൻ്റെ മകൻ കണ്ടിട്ട് നല്ല പടമാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അച്ഛനത് വലിയ ആശ്വാസമായി. കുറുപ്പ് സാർ ഒരു പക്ഷേ വലിയ താമസമില്ലാതെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ കുറുപ്പ് സാറ് തിരിച്ചു വന്നേനെ. കാരണം അവർ തമ്മിൽ അങ്ങനെയുള്ളൊരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള. അച്ഛനൊന്ന് മാപ്പ് പറഞ്ഞാൽ മതി, തീരുന്ന കാര്യമുള്ളൂ. സോറി, അന്ന് അങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നുള്ള കൊണ്ട് തീരുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അച്ഛനതൊരു വലിയ വിഷമമായി. കാരണം അച്ഛൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു. എന്തോ അവർ തമ്മിൽ സംസാരം ഉണ്ടായി. അന്ന് വൈകിട്ട് വിഷമം തീർക്കാനാണ് അവളുടെ സന്ധ്യാനാമം എന്ന് പറയുന്ന കവിത. അപ്പം അമ്മയെടുത്ത് ഞാനിന്നൊരു കവിത എഴുതി. അപ്പം ഫ്ലാറ്റിൽ നിന്ന് വന്നിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും ക്ലാരയുടെ ഹൃദയമാണ്. നമ്മളിപ്പോൾ വായിക്കുമ്പം അത് ഭയങ്കര ലിറിക്കലായിട്ടുള്ളൊരു കവിതയാണ്, ഒരു ഗാനം പോലുള്ളൊരു കവിതയാണ്. അത് കവിത എഴുതി, പക്ഷേ അത് അച്ഛൻ സിനിമയിലാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അതങ്ങനെ എഴുതി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് അതൊരു അറമ്പറ്റിപ്പോയൊരു നിമിഷമാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നു. എസ് ജയചന്ദ്രൻ നായർ, കലാമന്ദിർ. പത്മരാജനൊരു കഥ വേണമല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കാലമായി അച്ഛൻ ലിറ്ററേച്ചറിൽ നിന്ന് വിട്ടു നിൽക്കുക. കഥയൊന്നുമില്ല, തിരക്കല്ലേ, വേണേ ഒരു കവിത തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വിചാരിച്ച് തമാശയ്ക്ക് പറയുന്നതാണ്. പുള്ളി പറഞ്ഞു കവിതയൊന്നും വേണ്ട, ഒരു കഥ ഇങ്ങനെ എഴുതി തരാൻ പറ്റുമെങ്കിൽ താ എന്ന് പറഞ്ഞു. കഥയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛനിപ്പോൾ ഇത് എന്തോ ഒരു ലെറ്റ് ഡൗൺ ആയി. പറഞ്ഞു എന്തിനോ പുള്ളിക്ക് കവിത വേണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് പോസ്റ്റ്മോസ്ലി പബ്ലിഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അമ്മ കരച്ചിലൊക്കെ ആയി. എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്തതാണ്. പക്ഷെ അത് അറമ്പറ്റി പോലെ അച്ഛൻ്റെ 1ാം വാർഷികത്തിൽ ജയചന്ദ്രൻ നായർ സാർ തന്നെ കലാമതിയിൽ പബ്ലിഷ് ചെയ്യായിരുന്നു അവളുടെ സന്ധ്യാനാമം. അതുവരെ അച്ഛനത് പുറം കാണിച്ചതുമില്ല. അപ്പോൾ ആര് അടുത്തത് എഴുതും എന്നുള്ളൊരു വിഷയം വന്നു. ഈ കവിതയിലെ വരികൾ, അകലെ ഒരു പുകനാര് ഉയരുന്നതിന് മുമ്പ് മഴ വന്ന് തല്ലി നിൻ ജാലകപ്പാളിമേൽ എന്ന് പറഞ്ഞു പോകുന്നത് ഭയങ്കര ലിറിക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കവിതയാണ്. അത് ശരിക്കും ക്ലാരയുടെ ഹൃദയമാണ്. ഒരുപക്ഷെ ജയകൃഷ്ണൻ പാടുന്നതായിരിക്കാം ഇവരുടെ ഒരു ലോങ്ങിങ്. അങ്ങനെ ഒരു സന്ദർഭം അച്ഛൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം. ആദ്യത്തെ വരിയിൽ തന്നെ നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ 2 കാര്യങ്ങൾ, ഒന്ന് മഴയും ജനലും
അതെ, അതിനടുത്തിരുന്നുള്ളൊരു എഴുത്തും അത് വരുമ്പോൾ തന്നെ ആ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിൽ. അതെ. അപ്പോൾ ഇത് പകരം ആരെഴുതും എന്നുള്ളതായി. അപ്പം പെരുമ്പാവൂർ സാറ് പഴയ ഓർമ്മ വെച്ചിട്ട് അദ്ദേഹം കൈതപ്രത്തിനെ വിളിക്കാം, കാരണം ഇവർ ഒരുമിച്ച് ചെയ്ത പഴയ പാട്ട് ഓർമ്മയിലുണ്ട്. ഈ പറഞ്ഞ പോലെ ഓണങ്കേറാമുരകളിൽ സിന്ദൂരം എന്ന് പറയുന്ന വരി അച്ഛനെടുത്ത് പറഞ്ഞ ഓർമ്മ വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു, അല്ല അതല്ല, കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള ഒരാൾ വേണം, കാരണം കുറുപ്പ് സാറുമായി കമ്പീറ്റ് ചെയ്യണം. പോയത് വലിയൊരു പർവ്വതമാണ്, അതിനോടൊപ്പം നിൽക്കുന്ന ഒരാൾ വേണം. അതെ, അത് ചെറുപ്പക്കാരല്ല. ഒരു പുതുമുഖത്തെ തൽക്കാലം പരീക്ഷിക്കുന്നില്ല. തമ്പിച്ചിറ്റപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് പത്മരാജനല്ല വിളിച്ചത്, ഗാന്ധിമതി ബാലനാണ്. അദ്ദേഹത്തിനെ വിളിച്ച അദ്ദേഹമായിരിക്കാം, പക്ഷേ ചോയ്സ് അച്ഛൻ്റെ തന്നെയായിരുന്നു. ഞാനൊരു ബന്ധുവിനെ വിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അച്ഛൻ നേരിട്ട് തമ്പിച്ചിറ്റപ്പനെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു, അപ്പം ഇദ്ദേഹത്തിന് പരിഭവമുണ്ട്, ഇത്രയും കാലമായിട്ട് പാട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. പക്ഷെ തമാശ അച്ഛൻ്റെ ഈ പറയുന്ന 18 പടങ്ങളിൽ 6 പടങ്ങളിൽ പാട്ടില്ല. ആ 6 പടങ്ങളും അതിന് മുമ്പ് അതിൽ 5 പടങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് അവരും കൂടെ ഉള്ളു പാട്ടില്ലാത്ത. മാത്രമല്ല പത്മരാജൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ സജീവമായ സമയത്ത് ശ്രീകുമാരൻ തമ്പി ഒരു സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും ഒക്കെയാണ്. പാട്ട് എഴുതാൻ വിളിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറുപ്പ് സാർ ഒരു മഹാമേരുമായിട്ട് നിൽക്കില്ലേ, അതാണ്. അങ്ങനെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് തമ്പിച്ചിറ്റപ്പൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, രാജൻ എന്നാണ് വിളിക്കുന്നത്, നമ്മളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. നമ്മളെന്നാണ് പറഞ്ഞത്. പുള്ളി പറയുന്നത് എന്നെ ഒരിക്കലും ചേട്ടനെ വിളിച്ചിട്ടില്ല, 5 വയസ്സിന് മൂത്തതാ, പക്ഷെ താങ്കളെ നമ്മളെ പറയുള്ളൂ. അപ്പം എന്ത് സഹായം ചോദിച്ചു. പറഞ്ഞല്ലേ, എനിക്കൊരു ഇങ്ങനെ കുറുപ്പ് സാറ് എഴുതണമെന്ന് പറഞ്ഞ് മാറി. അപ്പോൾ എനിക്കതൊരു വിഷമമായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറയാത്തൊരു കാര്യം പറഞ്ഞു, അതിങ്ങനെ കുറുപ്പ് സാറ് വളരെ വിഷമിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എനിക്കതൊരു ഇൻസൾട്ടായി, നമ്മളതൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ എനിക്കും വിഷമമായി, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറയുക. അങ്ങനെയാണ് അദ്ദേഹം എഴുതാൻ വരുമ്പോഴത്തേക്ക് ആദ്യം കാണിക്കുന്നത് ഈ വിഷ്വൽസാണ്. പുള്ളി ഞെട്ടിപ്പോയി, കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ആദ്യമേ ഷോർട്സ്. അതെ, കാരണം അത് അച്ഛൻ്റെ രീതി അങ്ങനെയായിരുന്നു. അതിന് മുമ്പ് മുന്തിരിത്തോപ്പ് അങ്ങനെയായിരുന്നു, അല്ലാതെ ആ പാട്ട് തയ്യാറാവാത്തത് കൊണ്ട് ഷൂട്ട് ചെയ്തതൊന്നുമല്ല. ഇത് കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ആദ്യമേ ഈ വടക്കുന്നാഥൻ്റെ ഇത് കാണിച്ചപ്പോൾ പുള്ളിയുടെ മനസ്സിൽ ഒന്നാം രാഗം പാടിയില്ല, അത് വടക്കുന്നാഥൻ്റെ മുൻപിൽ എന്നുള്ള വരി വരാൻ കാരണം ആ വിഷ്വലായിരുന്നു. വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥൻ്റെ മുമ്പിൽ. ആ വിഷ്വൽ കാണിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വരി ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ രണ്ടാമത്തെ പാട്ട് ഈ മേഘം പൂത്ത് തുടങ്ങിയുടെ കടലിൽ നിന്നിങ്ങനെ ലാലേട്ടനും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കയറി വരുന്ന വള്ളമൂന്നി വരുന്ന ഇത് ആ വിഷ്വൽ അപ്പം പെട്ടെന്ന് മേഘം പൂത്ത് തുടങ്ങി എന്നുള്ള വരി മനസ്സിൽ സംഭവിക്കുകയായിരുന്നു. ഈ റിവേഴ്സ് പ്രോസസ്സിൻ്റെ ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഉദാഹരണമായിട്ടാണ് ഈ പാട്ടുകളെ ഞാൻ കാണുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ അതിൽ രണ്ടാമത്തെ പല്ലവി കഴിഞ്ഞ് അനുപല്ലവി തുടങ്ങുന്നു. ഈ പ്രദക്ഷിണ വീതികൾ, ഇടറി വിണ്ട പാതകൾ, അതെല്ലാം ഈ വിഷ്വല്. അതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉറക്കം ഉഴച്ചിരിക്കുന്ന സമയത്ത് കാലുകൾ വെള്ളത്തിലിട്ടിരിക്കുന്നു. തിരക്കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതെല്ലാം ഇതിലുണ്ട് തിരക്കഥയിൽ. അതായത് പ്രീ കൺസീവ്ഡ് ആൻഡ് പ്രീ മെഡിറ്റേറ്റഡ് ആണ്, ഫുൾ ഡീറ്റെയിൽ. നിന്റെ നീലരചനികൾ നിദ്രയോടും ഇടയവേ, ഉള്ളിലുള്ള കോവിലിലെ നട തുറന്നു കിടന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ വിഷ്വല് ഇത് നമുക്കിങ്ങനെ പറക്കി വെക്കാൻ വേണ്ട. വിഷ്വൽ കണ്ടിട്ട് അത് വരികളിലേക്ക് അക്ഷരങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ആവാഹിച്ചെടുക്കുക മാത്രമേ വേണ്ടൂ. അത് റെക്കോർഡിങ് കഴിഞ്ഞ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ അച്ഛൻ 2 പേരെടുത്തും പറഞ്ഞു ഇത് സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ നമ്മിച്ചിട്ട് വിചാരിച്ചു അത്ര വലിയ ഹിറ്റാവുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ പടം ഇറങ്ങിയപ്പം പാട്ടാണ് പടത്തിനേക്കാളും ഹിറ്റായി, പടം ഹിറ്റല്ലായിരുന്നു. അതുപോലെ ഈ സിനിമയിൽ ഗായകനെ സാധാരണഗതിയിൽ ദാസേട്ടൻ എല്ലാ പാട്ടുകളും പാടുന്നു. വേണുഗോപാൽ എന്ന ഗായകനെ സംബന്ധിച്ച് വലിയൊരു ബ്രേക്കായിരുന്നു. ട്രാക്ക് പാടാനായിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പാട്ട് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ലോട്ടറി പോലെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വേണുചേട്ടനും ബാക്കി അച്ഛൻ്റെ കൂടെ അന്ന് പ്രവർത്തിച്ചിരുന്ന പൂജപ്പ രാധാകൃഷ്ണൻ, സുരേഷ് ഉണ്ണിത്താൻ ഇവരൊക്കെ പറഞ്ഞുള്ള അറിവാണ്. ഇവർ തമ്മിലൊരു പരിഭവം ഉണ്ടായിരുന്നു. മനസ്സിലാക്കിയത് ദാസാറുമായിട്ടൊരു പരിഭവം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം തരങ്കിണിയിൽ വർക്ക് ചെയ്തുകൊണ്ട് സമയത്ത് അവിടെ അധ്യാപകനായിട്ട് തരങ്കിണിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ദാസാറിൻ്റെ അടുത്ത് പറയാതെ ആകാശവാണിയിലേക്ക് ജോലി കിട്ടിയപ്പോൾ പോയി. അദ്ദേഹം പേടിച്ചിട്ടാണ്, പറയാൻ പേടിച്ചിട്ട് ഇനി എങ്ങാനും വിട്ടില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഭയം കൊണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു പേടി, ഒരു സങ്കോചം കാരണം. ആകാശവാണിയിൽ ജോലി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്വപ്നമാണ്. ഇത് പറയാതെ പോയതിൻ്റെ ഒരു പരിഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് വേണുചേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് ഏതോ ഒരു US ട്രിപ്പ് കഴിഞ്ഞ് അദ്ദേഹം വന്നു. മോഹൻ സിത്താരയാണ് ഇതിൻ്റെ മൊത്തം ഓർക്കസ്ട്രേഷൻ. കാരണം ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് മോഹൻ ചേട്ടനാണ് അത് മുഴുവൻ നോക്കുന്നത്. വന്നു കഴിഞ്ഞ് ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുഴുവൻ മോഹൻ മോഹൻ എന്ന് പറഞ്ഞിട്ടാണ്. പെരുമ്പാവൂരിനെ മൈൻഡ് ചെയ്യുന്നില്ല, പെരുമ്പാവൂർ സാറിനെ മൈൻഡ് ചെയ്യുന്നില്ല സൈഡിൽ. അപ്പം പക്ഷേ ഇതൊക്കെ എല്ലാം പറഞ്ഞു. അപ്പോൾ ആദ്യം ഈ വിരുത്തം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ആലാപുണ്ടല്ലോ തുടക്കത്തിലെ ഈ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലായിട്ടാണ്. നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇത് ട്രാക്ക് പാടിയിട്ടേക്കുന്നത് വേണിച്ചേട്ടനാണ്. ഈ രണ്ടിൻ്റെയും
പിന്നെ മേഘം പൂത്ത് തുടങ്ങിയടെയാണ് ഈ ഇതുള്ളത്. അദ്ദേഹം പറഞ്ഞു ഇത് വളരെ കൂടുതലാണ്, ഇത്രയൊന്നും പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ, എൻ്റെ ഒന്നും ആവശ്യമില്ല. പുള്ളി അത് പകുതിയാക്കൂ എന്ന് പറഞ്ഞു. പകുതിയേ ഉള്ളൂ ഇപ്പോൾ കേൾക്കുന്നത്, ഒരു പക്ഷേ എൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നിരിക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേൾക്കുന്നത് പക്ഷേ കറക്റ്റാണ്, അദ്ദേഹം പറയുന്നത് കറക്റ്റ് തന്നെയാണ്. മേഘം പൂത്ത് തുടങ്ങി. അപ്പോൾ ആ മറ്റേ പാട്ട് ആദ്യം കേൾപ്പിച്ചു, ഒന്നാം രാഗം. പറഞ്ഞു എന്തിനാ, ഇത് അവൻ നന്നായി പാടിയിട്ടുണ്ടല്ലോ, ഇത് തന്നെ മതി എന്ന് പുള്ളി തന്നെ എന്ത് ചെയ്യും. അപ്പോൾ അച്ഛനും അത് സന്തോഷമായി, കാരണം വേണിച്ചേട്ടന് ഒരു അവസരം കൊടുത്തു, ആ ട്രാക്ക് പാടിയത് തന്നെ ഓക്കെ ആക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അത് ജി വേണുഗോപാലിൻ്റെ ഒരു ഹിറ്റായി മാറിയത്. അത് വേണിച്ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇത് റെക്കോർഡിങ് രണ്ടാമത്തെ കഴിഞ്ഞു, ഒരു കുറേ നേരമാകുന്നു, രാത്രി 12 മണിയാകുന്നു, കഴിയുന്നില്ല. അപ്പം ഇതേ സമയത്ത് ഇവരൊക്കെ പറഞ്ഞറിയാം, വേണിച്ചേട്ടൻ മാത്രമല്ല, പൂജപ്പ രാധാകൃഷ്ണനും സുരേഷ് ഒക്കെ പറയാം, കൺസോളിൽ ഭരതൻ വന്ന് വെയിറ്റ് ചെയ്യണം അച്ഛനെ, എന്തോ ഒരു പാർട്ടിക്ക് വിളിച്ചുകൊണ്ട് പോകണം. കഴിയുന്നില്ല. അതമ്മ പറഞ്ഞു പപ്പ വന്നാ അവരെടുത്തോളും, അച്ഛനങ്ങനെ പോകത്തില്ല, അച്ഛന് പാട്ട് കഴിഞ്ഞാലേ പോവുള്ളൂ. മാത്രമല്ല അച്ഛനെ അറിയാം, മേനോൻ അദ്ദേഹം ആദ്യം ചെയ്യുന്നതാണ്, പിന്നെ വേണിച്ചേട്ടനുണ്ട്, ഇവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇത് പണി തീർത്തിട്ടേ പോകുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ വേണിച്ചേട്ടൻ പറയുന്നത് കുറേ നേരം കഴിഞ്ഞിട്ട് ഇദ്ദേഹം പാടിയിട്ടും മതിയാവുന്നില്ല. ഇതിനിടയ്ക്ക് ഒരിക്കൽ പാടി ഓക്കെ എന്ന് പറഞ്ഞ് പോയി, പക്ഷെ പോകുന്ന വഴിക്ക് അതേ ഞാൻ പാടിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് അത് തിരിച്ചു വന്നു. അപ്പോഴാണ് ഈ നാടകം മുഴുവൻ വീണ്ടും പാടിക്കൊണ്ടിരിക്കുന്നു. അത് ഇരുന്ന് പുള്ളിക്കത് ശരിയാകും, തൃപ്തിയാവുന്നില്ല പാടുന്നത്. ഒന്ന് ആലോചിക്കണം, ഇത്രയും യാത്ര കഴിഞ്ഞ് US നിന്ന് വന്ന ഒരാളാണ്, അവിടെയാണ് ഇദ്ദേഹം ആരാണ്, എങ്ങനെയാണ് ഇത്രയും വലിയ ആളാകുന്നത് എന്നുള്ള, വെറും ഒരു സംഗീത സംവിധായകൻ പറയുന്നത് കേട്ട് പാടുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ തൃപ്തി, സംഗീതത്തോടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനിങ്ങനെ ഇറങ്ങി കൺസോളിൽ നിന്ന് ഇറങ്ങി വന്ന് അടുത്ത് വന്ന് നിന്നു. ഇത് എപ്പോഴത് തീരുമാനമാകുമോ എന്നുള്ള രീതിയിൽ അടുത്ത് വന്ന് നിന്നു. ഇവരെല്ലാം ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൺസോളിൻ്റെ അകത്തുനിന്ന് ഭരതൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ഇടപെടണമെന്നുള്ള രീതിയിൽ. ദാസാർ ഇവരെയൊന്നും ശ്രദ്ധിക്കുന്നില്ല, പുള്ളി എണീറ്റ് അങ്ങോട്ട് പോയി അവിടെ നിന്ന്. അപ്പം ആ അവസാനത്തെ ഫൈനൽ ടേക്കിൽ അച്ഛനും സ്റ്റുഡിയോയ്ക്ക് അകത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം വന്ന് ഒറ്റ പാട്ട് പാടി, അദ്ദേഹം തന്നെ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒറ്റയടിക്ക് അപ്പോഴാണ് എല്ലാവരുടെയും ശ്വാസം വീണത് എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞ് എനിക്ക് കേട്ട് കഴിയുകയാണ്, പക്ഷെ ഒരാളല്ല പറഞ്ഞത്, 3 പേര് പറഞ്ഞാണ്. അപ്പോൾ അത് ശരിയായിരിക്കും. അതോടുകൂടി ഇവരുടെ എല്ലാം ശ്വാസം വീഴുകയും ആ പാട്ട് ഓക്കെ ആവുകയും ചെയ്യുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത ചിത്രമായിട്ടുള്ള ഇന്നലെയിൽ ദാസാറ് തന്നെ വന്ന് പാടുകയും ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ സമയത്തുള്ള ചെറിയൊരു പരിഭവം അത്രേ ഉള്ളൂ. ആ പരിഭവം അവിടെ കഴിഞ്ഞതാണ്. അത് പുള്ളി കാണിച്ചു, ആ പരിഭവം കാണിച്ചു. കാരണം ഇതൊരൊറ്റ കാരണം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. തൂവാനത്തുമ്പിയിൽ എന്ന സിനിമയെ സംബന്ധിച്ച് പിന്നീട് ഓർക്കുമ്പോൾ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നും അതിൻ്റെ തീം മ്യൂസിക്കാണ്. ക്ലാര വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സംഗീതം, മഴ വരുന്നു, അപ്പം തന്നെ ഈ മ്യൂസിക് തുടങ്ങുന്നു. പിന്നീട് വന്നൊരു സിനിമയിൽ പോലും അത് ആവർത്തിക്കപ്പെട്ടു. ആ സമയത്ത് ഈ മ്യൂസിക് നോട്ട്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ കൈയടിയായിരുന്നു. അനുമേനൻ്റെ ഒരു സിനിമയിൽ, VK പ്രകാശ് ബ്യൂട്ടിഫുൾ എന്നുള്ള സിനിമയിൽ വന്നപ്പോഴും അത്രയും ഇത് ആഘോഷിക്കപ്പെട്ടു. അവിടെ ജോൺസൺ എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകൻ, താരതമ്യേന പുതുമുഖമായിട്ടുള്ള പെരുമ്പാവൂരാണ് അവിടെ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ തീം മ്യൂസിക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരുന്നു, അതിനെ ഒരു വേറൊരു ലോകത്തേക്ക് ഉയർത്തുന്നു. ക്ലാര വരുന്ന സമയത്ത് മതിപ്പിക്കുന്ന ഒരു വെസ്റ്റേൺ നോട്ട്സ് ഗിറ്റാറിലൊക്കെ നമുക്ക് തരുന്നു, വയലിനിൽ തരുന്നു. സമയം രാധയെ കാണിക്കുന്ന സമയത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വരുന്നു. എനിക്കൊന്ന് ഷൂട്ടിങ്ങിൽ ആദ്യമായിട്ട് പോകുന്നത് ആ സമയത്തല്ലേ, തൂവാനത്തുമ്പികൾ? അത് റെക്കോർഡിങ്ങിനൊക്കെ മുമ്പാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. അത് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചിട്ട് ഒരു 5-6 ദിവസത്തേക്കായിട്ട്. എല്ലാം റിവേഴ്സ് ആണല്ലോ അല്ലേ, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് റെക്കോർഡിംഗ്. അന്ന് ഈ ഒന്നാം രാഗം പാടിയുടെ വിഷ്വൽസൊക്കെ ആ കൂട്ടത്തിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പോകുന്നത് വടക്കുന്നാഥിൻ്റെ അകത്ത് ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അന്ന് അകത്ത് ഷൂട്ട് ചെയ്യാണ്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ബിജു മേനോൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള സാറുണ്ട്, അദ്ദേഹം അച്ഛൻ്റെ പഴയ എനിക്കൊന്ന് ആകാശവാണി ബന്ധമാണ്, ഈ റേഡിയോ നാടകങ്ങൾ വഴിക്കൊക്കെ. അച്ഛൻ്റെ പല സിനിമകൾ ആ സിനിമയിലും ഉണ്ട്, ഒരുപാട് സിനിമകളിലുണ്ട് അച്ഛൻ്റെ. അദ്ദേഹം ത്രൂ ഔട്ട് ഒരു ലൊക്കേഷൻ മാനേജർ പോലെ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നുണ്ട്, പറയാൻ സിഗരറ്റ് വലിക്കരുത് ഇവിടെ, അമ്പലത്തിനകത്താണ്. അച്ഛൻ മാത്രമല്ല, ഈ കൂട്ടത്തിൽ 1-2 പേര് വലിക്കുന്നുണ്ട്. വലിക്കുന്നത് അവർ കണ്ട കുഴപ്പമാണ് കേട്ടോ എന്ന് അദ്ദേഹം ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. ആ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ നടക്കുന്നുണ്ട്, ആ ചുറ്റമ്പലം നടക്കുന്നതും മോഹൻലാൽ പാർവതി ഇവരൊക്കെ നടക്കുന്ന ആ ഷോട്ട്സൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നു മറ്റേ വടക്കേ നടയിലാണെന്ന് തോന്നുന്നു, അപ്പുറത്തെ സൈഡിൽ രാമനുണ്ണി നായരെ ഒഴിപ്പിച്ചത് പറയുന്ന സീൻ എടുക്കുമ്പോഴൊക്കെ ഞാനുണ്ട്. ചിത്രീകരിക്കേണ്ട സീനുകൾ കഴിഞ്ഞിട്ടാണോ ഈ പാട്ടിന്റെ കട്ട്സുകൾ? അപ്പോൾ അതും ആ കൂട്ടത്തിൽ എടുത്തു പോവാണ്. കാരണം അത് എനിക്കൊന്നൊരു 3 ദിവസം കൊണ്ട് വടക്കുന്നാഥൻ മുഴുവൻ തീർക്കണമെന്ന് പറ്റും, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഡയലോഗുള്ള പോർഷൻസ് കഴിഞ്ഞാൽ പിന്നെ സോങ് കട്ട് എടുക്കും. എനിക്ക് ഓർമ്മയുണ്ട്.
അങ്ങനെ കുറേ ഷോട്ട്സ് ആ സമയത്ത് എടുത്തിട്ടുണ്ട്. കേരളോർമയിലുള്ള ചിത്രീകരണത്തിന്റെ സമയത്താണ് ആദ്യമായിട്ട് ലൊക്കേഷനിൽ പോകുന്നതെന്ന് തോന്നുന്നു. ഫോട്ടോസൊക്കെ അതെ 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 ആ ദിവസങ്ങളിലാണ്. SSLC നല്ല മാർക്കോടെ പാസ്സായതിന്റെ മാർക്കൊന്നുമില്ല, 70% മാർക്ക്. അത് വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നോളം പ്രതീക്ഷിച്ചില്ല. വലിയ കുഴപ്പമില്ലാത്ത മാർക്കാണ് അന്നത്തെ കാലത്ത്, വലിയ കുഴപ്പമില്ലാത്ത. അത് എൻ്റെ അനിയത്തി വാങ്ങിച്ച മാർക്കിൻ്റെ അടുത്തൊന്നും വരുന്നില്ല. അത് 90% മാർക്കാണ്. എനിക്ക് 70% ഉള്ളൂ. ഞാൻ വളരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ലൊക്കേഷനിലേക്ക് വന്നോളം പറയുന്നു. അങ്ങനെ തൃശ്ശൂരിലെത്തുന്നു. കേരളോർമ കോളേജിലെ പ്രശസ്തമായ മൂലക്കുരുവിൻ്റെ സ്കിത് കിട്ടോ എന്ന് ചോദിക്കുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനന്ന് ഒരു കൊച്ചു പയ്യനാണ്. അപ്പം കേരളോർമയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കിയോ ഇല്ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ നോക്കിയപ്പോൾ ആ പെൺകുട്ടിയെ നോക്കിയില്ലേ പറഞ്ഞേ, പുള്ളി കയറി പിടിച്ചു. നോക്കിയോന്ന് പോലും എനിക്കറിയത്തില്ല. പുള്ളി ഒരുപക്ഷെ നമ്മൾ അറിയാതെ നോക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് പപ്പേട്ടാ നോക്കി കേട്ടോ, പോയി ഐ ലവ് യു പറഞ്ഞിട്ട് വാ പറഞ്ഞ അച്ഛന് പോയി പറഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞു. ഞാനാകെ ചമ്മി. അവസാനം ഈ രണ്ടുപേരും കൂടെ കൈയൊക്കെ പിടിച്ച് പിന്നെ അങ്ങ് മാറി. അന്ന് വൈകിട്ടൊക്കെയാണ് നമ്മുടെ ഒരു ഇനിഷ്യേഷൻ ഇവിടെ നടക്കുന്നത്, ഒരു റാഗിങ്ങിൻ്റെയൊക്കെ ഒരു ഇനിഷ്യേഷൻ ഇവിടെ ബിനി ടൂറിസ്റ്റ് ഹോമിൽ. അലക്സ്, നമ്മുടെ ബിസോണർ ബാബു, അശോകൻ ചേട്ടൻ വൈകിട്ട് ഇങ്ങോട്ട് വിളിച്ചു. ഇനി അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു, ഇവനെ ഒന്ന് റാഗ് ചെയ്ത് റെഡിയാക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാണെന്ന് അറിയത്തില്ല. ഇവരുടെ റൂമിൽ വരുന്നു. അശോകൻ ചേട്ടൻ വളരെ മൈൽഡ്, നമ്മളെ സ്നേഹമായിട്ട്. അലക്സ് നല്ല കക്ഷിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ താമസമൊക്കെ കാസിനോല്. ഞാൻ കാസിനോൽ. ഇപ്പോൾ വൈകിട്ട് ചുമ്മാ ഇവർ വിളിച്ചതാണ്. എനിക്ക് തോന്നുന്നത് അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ്, ഇവനൊന്ന് റെഡിയാക്കി എടുക്കുന്നെല്ലാം പറഞ്ഞാണ്. ചോദിക്കുന്നതൊക്കെ മറ്റേ പക്ക റാഗിങ് ലൈനിലാണ്. പിന്നെ ഒരു സോഫ്റ്റ് മസാജൊക്കെ കഴിച്ച് പപ്പൂസ് മാസ്റ്റർ വെയിറ്റ് ചെയ്യുമോ നമ്മളൊന്നും അല്ല, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമോ? അത് ഈ പറഞ്ഞ കഥാപാത്രം പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടിട്ട് പെട്ടെന്ന് പറയാണ്. ബസോണർ ബാബു അശോകനെ റാഗ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതെ അതെ. അല്ല, ഇദ്ദേഹം ഇതിന് വേണ്ടി അച്ഛൻ കാസ്റ്റ് ചെയ്താന്ന് തോന്നുന്നു. പുള്ളി പക്ഷെ ഭയങ്കര അശോകൻ ചേട്ടൻ ഇലക്ട്രിക്കൽസ് ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് വരണ്ട് നിൽക്കുക ഇദ്ദേഹത്തിൻ്റെ രൂപവും എല്ലാം കൂടെ. പക്ഷെ അദ്ദേഹം പിന്നീട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായി. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് പപ്പൂസ വാ എന്ന് പറഞ്ഞ് 2 ബീർ അടിക്കുക. പുള്ളി കഴിക്കില്ല. പുള്ളി അപ്പോഴത്തേക്ക് സ്വാമിയായി. നമ്മളെ വിളിച്ചിട്ട് അതെ അതെ. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ റാഗ് ചെയ്യുന്നവരായിരിക്കും പിന്നീട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു ഇനിഷ്യേഷൻ. അതുകൊണ്ട് പിന്നെ കോളേജിൽ പോയി റാഗിങ് ഒന്നുമല്ല, ഇത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ബാറുകൾ ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമയാണ്. തൃശ്ശൂരിലെ എല്ലാ ബാറുകളും ഒരു റൗണ്ട് ഓട്ടപ്രദർശനം വെക്കണമെങ്കിൽ ഈ സിനിമ കണ്ടാൽ മതി ഇതുകൊണ്ടൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നു, ആദ്യമായിട്ട് ബാറിൽ കയറുന്നത് ഇതിന്റെ ഷൂട്ടിങ്ങിനായിരുന്നു. അതെ അതെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ ബീറൊക്കെ ഇവരുടെ കൂട്ടത്തിലൊക്കെ തന്നെയാണ്. പെനിസിലാണോ അതല്ലെങ്കിൽ നമ്മുടെ കാസിലോ ആണോ? അത് രണ്ടുമല്ല. എൻ്റെ അല്ല, ഇവരുടെ കൂടെ അല്ല. ഞാൻ പോകുന്ന അച്ഛൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും കൂടെ ഉണ്ണിത്താഞ്ചാണ്ണും ബ്ലസ്സിയും ഒരു ഗ്ലാസ് ബിയർ ഒറ്റമാണ് കഴിച്ചിട്ടുള്ളത്. പറയാൻ പാടില്ല, 15-16 വയസ്സാകത്തേ ഉള്ളൂ. ബ്ലസ്സിയുടെ ആദ്യത്തെ സിനിമ അല്ലല്ല, മുന്തിരിത്തോപ്പ്. അദ്ദേഹം അപ്പോഴത്തേക്കും 2 സിനിമ കഴിഞ്ഞെന്ന് തോന്നുന്നു. തൂവാനത്തുമ്പിയുള്ള മുമ്പ് നൊമ്പരത്തിപ്പൂവിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ജ്വരം പോലെ എന്തോ വലിയ വൈറൽ ഫീവർ വന്നതും അച്ഛൻ സഹായിയായിരുന്ന മോഹൻദാസിനെ ബ്ലസ്സിയുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞതും, അന്ന് ബ്ലസ്സി വല്ലാതെ പേടിച്ചു പോയി. അന്ന് അച്ഛൻ കൂടെ വന്നിരുന്നതുമൊക്കെ ബ്ലസ്സി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതായതുകൊണ്ട് അച്ഛനൊരു പ്രത്യേക വാത്സല്യമായിരുന്നു അദ്ദേഹത്തോട്. ഈ സിനിമ ഒരുപാട് ഇപ്പം 87 ഷൂട്ടിംഗ് തുടങ്ങിയത്, റിലീസ് ചെയ്തത് 87 ആണെന്ന് തോന്നുന്നു. റിലീസ് വന്നത്. അതെ അതെ. പല ഷെഡ്യൂളുകളായിട്ട് വർക്ക് ചെയ്യുന്നു. അവസാനം സ്റ്റാൻലി എന്നുള്ള പ്രൊഡ്യൂസർ മാറുന്നു, ഗാന്ധിമതി ബാലൻ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു ഏരിയ. ആദ്യം വേണു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഛായാഗ്രാഹകൻ. അത് മാറി ജയാനം വിൻസെൻ്റ് വരുന്നു. അതിന് ഷെഡ്യൂൾ ബ്രേക്ക് ആകുമ്പോൾ വിൻസെൻ്റ് മാഷ കത്തിനെ പറ്റിയിട്ട് അത് വിൻസെൻ്റ് മാഷ് അച്ഛൻ്റെ ഒരു വലിയൊരു ഗോഡ് ഫാദർ ആയിരുന്നു. കാരണം അച്ഛൻ ആദ്യം നക്ഷത്രങ്ങളെ കാവൽ സിനിമയാക്കാൻ വേണ്ടി സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ, പ്രയാണത്തിനൊക്കെ മുന്നേ തന്നെ അച്ഛൻ ഹി വാസ് മച്ച് സോട്ട് ആഫ്റ്റർ. ഒരുപാട് പേര് നക്ഷത്രങ്ങളെ കാവൽ സിനിമയാക്കാൻ, ശിവൻ, രാമു കാര്യാട്ട് സാറിൻ്റെയൊക്കെ കത്തുകൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. കൺമണി ഫിലിംസിൻ്റെ ഇതിൽ രാമു കാര്യാട്ട് എന്ന് എഴുതിയ വിൻസെൻ്റ് മാഷൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. മറ്റേ പത്മൻ എന്നാണ് രാമു കാര്യാട്ട്, പ്രിയപ്പെട്ട പത്മൻ, എനിക്ക് നിങ്ങളുടെ ഇത് ചെയ്യണം. വളരെ ഔപചാരികമായിട്ടുള്ള എഴുത്താണ്. പക്ഷേ ഇവരാരുമല്ല, അവസാനം സേതുമാധവനാണ് ചെയ്തത് നക്ഷത്രങ്ങളെ കാവൽ. ഭരതൻ അത് ചെയ്യാനാണ് ആദ്യമായിട്ട് ഇരുന്നത്. അപ്പോഴത്തേക്കും പക്ഷേ വിൻസെൻ്റ് മാഷ്
അതിനിടയ്ക്ക് വന്നു. ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണല്ലോ. ഗന്ധർവക്ഷേത്രം വിൻസെൻ്റ് മാഷിൻ്റെ സെറ്റിലേക്ക് അച്ഛനെ വിളിക്കുന്നു ഇതിൻ്റെ സംസാരത്തിന് വേണ്ടി. ഉദയയുടെ അവിടെ വെച്ചിട്ടാണ് ഭരതമോഹനൻ്റെ ആർട്ട് ഡയറക്ടറാണ് ഗന്ധർവക്ഷേത്രത്തിൽ. ഭരതനും മേലാറ്റൂരി വർമ്മ അതിൻ്റെ അസോസിയേറ്റ്. ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിലുണ്ട് നക്ഷത്രകലകാലം ചെയ്യണമെന്ന്. പിന്നെ അത് എന്തുകൊണ്ടോ വിൻസെൻ്റ് മാഷ് ചെയ്യാതിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരൊറ്റ കത്താണ്. ആ കത്തിൻ്റെ പകുതി വരെ മേലാറ്റൂരി വർമ്മ, പകുതിക്ക് ശേഷം ഭരതമോഹൻ. അപ്പം മേലാറ്റൂരി വർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഔപചാരികമായിട്ടിരുന്നു. താഴത്തെ 4 പേര് നല്ല രസമാണ്. മറ്റേ അത് ഭരതമോഹനാണ്. അതെ, അന്ന് പിന്നെ നമുക്ക് തുടരാൻ പറ്റിയില്ല. അത് കുഴപ്പമെൻ്റെ അല്ല, മറ്റവൻ്റെയാണ് എന്ന് പറഞ്ഞു ഭരതൻ എന്നൊക്കെ പറഞ്ഞ് രസമുള്ള അങ്ങനെയുള്ള കത്തുകളാണ്. അപ്പം അവസാനം ഭരതന്മാരുമായിട്ട് ഇതൊന്നും അല്ലാത്തൊരു പടമാണ് ചെയ്തത്. എന്തുകൊണ്ടോ നക്ഷത്രങ്ങളായാലും അപ്പം നടന്നില്ല. നടന്നപ്പോൾ ആ നോവലിനോട് ഒട്ടും നീതി പുലർത്തിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയി. കുറേയധികം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സത്രത്തിലൊരു രാത്രി, രാപ്പാടികളുടെ കഥ, കൈകേയി, ഇതൊന്നും എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊന്നും അധികം കണ്ടിട്ടില്ല. ഈണം എന്നുള്ള സിനിമയിൽ രാപ്പാടികളുടെ കഥ നല്ല സിനിമയായിരുന്നു. അതിന് 2 അവാർഡുകളും കിട്ടിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അന്ന് അത് അങ്ങനെ ഒരു ഓടുന്ന തരം പടമല്ല. അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള KG ജോർജും ഇദ്ദേഹവും ഒന്നിച്ച ഒരേ ഒരു സിനിമയാണ്. അതെ. അച്ഛൻ ആദ്യത്തെ തിരക്കഥയുടെ അവാർഡ് കിട്ടിയതാണ്. എനിക്ക് ചെറിയ വിഷ്വൽസിൻ്റെ ഓർമ്മയേ ഉള്ളൂ. മനോഹരമായി വിഷ്വലൈസ് ചെയ്ത പടമാണ്. എനിക്ക് തോന്നുന്നു മധുചേട്ടനായിരുന്നു എന്ന് തോന്നുന്നു ക്യാമറ. മധുവമ്പാട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. വിധുബാല ആയിരുന്നു ചേച്ചി. അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അവർ സംസ്ഥാന അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു അതിൽ നിന്നാണ്. ചിത്രത്തിന് ഏറ്റവും മികച്ച കലാത്മകമായ ചിത്രത്തിനും തിരക്കഥയ്ക്കുമാണ് അവാർഡ് കിട്ടിയത്. നമുക്ക് വീണ്ടും നമ്മുടെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഈ തൂവാനത്തുമ്പികളുടെ റീ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഈ തീം മ്യൂസിക് ഇവർ ചെയ്തതിൻ്റെ ഒരു വെർഷൻ തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അവരൊരു ഭാവനയിൽ വിരിഞ്ഞൊരു ജോൺസ എനിക്ക് ഈ സംഗീതം വേണമെന്നൊക്കെ പറഞ്ഞു. അതെ, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അച്ഛൻ അതിൻ്റെ ത്രൂ ഔട്ട് ഒരുമിച്ച് നിന്നിട്ടുണ്ടോയെന്ന്. എപ്പോഴൊക്കെയോ അച്ഛൻ അതിൻ്റെ എഡിറ്റിങ് ഒരേ സമയത്ത് റിലീസ് പെട്ടെന്ന് ഇമിനൻ്റായി, പെട്ടെന്ന് റിലീസ് ചെയ്യണം. അപ്പോൾ ഈ പലപ്പോഴും എഡിറ്റ് ഷൂട്ടിൽ അച്ഛന് പോയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ്ലി അത് ജോൺസേട്ടൻ തന്നെയാണ് അതിൻ്റെ. അച്ഛൻ തീർച്ചയായിട്ടും അത് കേട്ടിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ജോൺസേട്ടൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. മറ്റ് പല സിനിമകൾക്കും അച്ഛൻ അങ്ങോട്ട് നിർദ്ദേശിക്കും, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക. പക്ഷേ ഇത് ത്രൂ ഔട്ടായിട്ടും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തൂവാനത്തുമ്പികൾ തുടങ്ങുന്ന സമയത്ത് ശരിക്കും അത് ആദ്യം ക്യാമറ ഞാനിരുന്നത് വേണിച്ചേട്ടനായിരുന്നു. വേണിച്ചേട്ടൻ ആ സമയത്ത് എന്തോ ഒരു മൊത്തത്തിൽ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ബുദ്ധദേവദാസൂത്തയുടെയോ മറ്റേ ഒരു പടം, അത് ചിദാനന്ദദാസൂത്തയുടെയാണെന്ന് തോന്നുന്നു, ആരുടെ ഒരാളുടെ പടം ചെയ്യാൻ അങ്ങോട്ട് പോകേണ്ടി വന്നു. അച്ഛൻ ആ സമയത്ത് ഏറ്റവും ശ്രദ്ധേയനായി തോന്നിയ ഒരാൾ, എനിക്ക് ന്യൂഡൽഹിയിട്ട് കണ്ടിട്ടായിരിക്കാം, ജയാനന്ദ് ചേട്ടനെ വിളിക്കുകയായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ 2 ഷെഡ്യൂളായപ്പോൾ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ സമയത്ത് ജയാനന്ദ് ചേട്ടന് ഇവിടെ പോകേണ്ടി വന്നു. എനിക്കൊന്ന് ജോഷ് സാറിൻ്റെ പടത്തിന് മറ്റോ ആയിരിക്കാം. അപ്പോഴത്തേക്കും വേണിച്ചേട്ടൻ പണി കഴിഞ്ഞ് വന്നു. അപ്പോൾ വേണിച്ചേട്ടൻ ബാക്കി ചെയ്യുമല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നൊമ്പരത്തിപ്പൂവിൻ്റെ ക്ലൈമാക്സ് ഇതുപോലെ എസ് കുമാർ ഏട്ടന് വേറൊരു പടം വന്ന സമയത്ത് വേണിച്ചേട്ടൻ അപ്പോഴത്തേക്കും വന്നു, ബാക്കി ഫിനിഷ് ചെയ്തു. കൂടെ ഇല്ല. ആദ്യത്തെ അരപ്പട്ടയിട്ട് ഗ്രാമത്തിലാണല്ലോ അദ്ദേഹം തുടങ്ങുന്നത്. അത് തന്നെ സെക്കൻഡ് ഷെഡ്യൂൾ 3 വർഷത്തിന് ശേഷം, ഷായ് സാറ് പോയതിന് ശേഷം 3 വർഷത്തിന് ശേഷം അത് മുഴുവൻ 36 മണിക്കൂർ കൊണ്ടോ മറ്റാണ് അവർ ഒറ്റയടിക്ക് തീർത്തത്. അത് വേണിച്ചേട്ടനാണ്. അതിലാണ് അത് കണ്ടിട്ടാണ് അച്ഛൻ ശരിക്കും വേണിച്ചേട്ടനിൽ പിന്നെ എന്താ പറയുന്നത് മുക്തനായി പോയത്. വേണിച്ചേട്ടൻ വന്ന സമയത്ത് വിൻസെൻ്റ് മാഷ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇളയാളുണ്ട് അജയൻ, അവൻ തെലുങ്കിലിപ്പം ഒരു പടം ചെയ്തു, നല്ല വർക്കറാണ്. മാത്രമല്ല ജയാനൻ ഈ ലൈറ്റിംഗ് പാറ്റേൺസ് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെയാണ് അജയൻ എന്നെ വിളിക്കുന്നത്. പക്ഷേ ആ പടത്തിൻ്റെ വളരെ ഒട്ടും നമുക്കൊരു 2 പേര് ചെയ്തതായിട്ട് തോന്നുന്നില്ല. 2 പേര് ഒരുമിച്ചാണ് ചെയ്തതെന്ന് തോന്നുന്നില്ല. അവർ വളരെ സിങ്കായിട്ട് തന്നെ എൻ്റെ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്ക് കൂടിയാണ് അജയ് മിൽസിന്റെ. പിന്നീട് സിനിമകൾ. ഞാനത് ഓർക്കുന്ന മറ്റൊരു രസമുള്ള കഥ ഞാൻ 1-2 പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഞാൻ ഷൂട്ടിങ്ങിന് വരുമ്പം ഏതോ ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ എന്തോ ഒരു വലിയ തർക്കമുണ്ടായി. തർക്കം വേറൊന്നുമല്ല, അച്ഛൻ വന്ന ദിവസം തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് കിളയ്ക്കുന്ന പണിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഉടക്കി. അടുക്കുന്നില്ല. മറ്റേ നിർമ്മാതാവ് സ്റ്റാൻലി, അദ്ദേഹത്തിന് അടുക്കാൻ പേടിയാണ്. ശോഭന പരമേശ്വരൻ നായർ അച്ഛൻ്റെ വേറൊരു ഈ പറഞ്ഞ പോലെ അച്ഛനൊരു ജ്യേഷ്ഠനെ പോലെ കാണുന്ന ആളാണ്. പണ്ട് തൊട്ടേ ആകാശവാണി ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയം തൊട്ടേ ശോഭന സ്റ്റുഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മാതാവിൻ്റെ വിഷമം അറിയാം. അദ്ദേഹം ഞാനിത് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് കയറി പുള്ളി ഇത് സോൾവ് ചെയ്ത് അന്ന് രാത്രി ഷൂട്ട് ചെയ്തു. വന്ന ദിവസം തന്നെ ഷൂട്ട് ചെയ്തു രാത്രി. അന്നാണ് ഈ വാടാനപ്പള്ളിയിൽ രാത്രി
ഈ തിരകൾ എടുക്കാൻ പോകുന്ന അന്ന് രാത്രി അന്ന് 7 മണിക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഞാനും അച്ഛനും കൂടി അതെ അന്ന് പോകുന്ന വഴിയാണ് അജയൻ ചേട്ടൻ്റെ അടുത്ത്, ആ കാറിൽ ഞാനും ഉണ്ട്. അജയൻ ചേട്ടൻ്റെ അടുത്ത് ഈ കഥ മുഴുവൻ അച്ഛൻ കാറിലിരുന്നാണ് പറയുന്നത്, അത് മുഴുവൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഒരു വലിയ ഹെവി സീൻ, അതും ഭയങ്കര. അന്ന് HMI ലൈറ്റ്സ് ഒക്കെ തുടങ്ങിയ കാലമാണ്. സെക്കൻഡ് ഫിലിം ആദ്യത്തെ ന്യൂഡൽഹി ആയിരുന്നു, അത് കഴിഞ്ഞ ഉടനെ വരുന്നതാണ്. മറ്റേ വാടാനപ്പള്ളിയിൽ ഈ HMIയുടെ ഇതിലിങ്ങനെ കുളിച്ച് നിൽക്കുക, ഒരു ബ്ലൂ കളറാണ്, ബ്ലൂയിഷ് ടോണാണ്. അന്ന് ആ ഹെവി സീനാണ് ചെയ്തത്. പക്ഷെ വളരെ വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്തു. ആ സമയത്ത് എപ്പോഴും ഒരിക്കൽ ഇതുപോലെ ഈ കോംപ്രമൈസ് ടോക്കിനെ മറ്റോ ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ റൂമിൽ, അച്ഛൻ്റെ സ്യൂട്ടിലാണ് കാസിനോയിൽ. അപ്പോൾ അന്ന് രാത്രി സതിരി നീളും. അന്ന് ഈ KC വർഗീസും ഒക്കെ ഉണ്ട്, അച്ഛൻ്റെ ഈ മറ്റേ കുന്നംകുളം, അദ്ദേഹമൊക്കെ അതെ അദ്ദേഹം ഉണ്ട്, പരമങ്ങളുണ്ട്, സ്റ്റാൻലി അങ്കിൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അന്നൊരു കോംപ്രമൈസ് പാർട്ടിയാണ് എൻ്റെ അകത്ത്. അന്ന് അച്ഛൻ പറഞ്ഞു, നീ പോയി അജയൻ്റെ മുറി കിടന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അവിടെയാണ് കിടക്കുന്നത്. കാരണം ഇത് അച്ഛൻ എൻ്റെ മുമ്പിൽ ഇരുന്ന് മദ്യപിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അച്ഛനത് ഇഷ്ടമല്ല. അത് നേരത്തെ ഞാൻ വേറെ 1-2 സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിലൊരിക്കലും മദ്യപിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ ഞാനും ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കാരണം അങ്ങനെ ഒരു മാതൃകയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അജയൻ ചേട്ടൻ അവിടെ ചെല്ലുമ്പം ഞാൻ കാണുന്നത് അദ്ദേഹം ശീർഷാസനത്തിൽ നിൽക്കുന്നു. അദ്ദേഹം ഭയങ്കര യോഗ ചെയ്യുന്ന ആളാണ്, വളരെ ഫിറ്റായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇദ്ദേഹം നടന്നു പോകും, അത് നല്ല സുന്ദരനാണ് കാണാനൊക്കെ. നോർത്ത് ഇന്ത്യനെ പോലെ ഇരിക്കും, ഒരു ബംഗാളിയെ പോലെ ഇരിക്കും, ഫുൾ ഷേവ്ഡ് അങ്ങനെ. അത് നടന്നു പോകുമ്പോൾ അപ്പുറത്ത് ഒരു റൂമിൽ വളരെ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി ഇദ്ദേഹത്തിനെ വളരെ അനുരക്തയായിട്ട് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് സുമലതയുടെ അനിയത്തിയാണ്. ഏകദേശം അതുപോലൊക്കെ ഇരിക്കും, കുറച്ചുകൂടെ ചബ്ബി, അവരുടെ അത്ര ഹൈറ്റൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇവർ സംസാരിക്കുന്ന ഒന്നും കണ്ടില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഷീ ബിക്കെയിം ഹിസ് വൈഫ്. അതാണ്. അപ്പോൾ അജയൻ ചേട്ടനെ പിന്നീട് വിളിക്കുമ്പോൾ അതെ 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 അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയെ തന്ന പടം അതാണ് എന്ന് അദ്ദേഹം വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്. ഇപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുന്നംകുളത്തിനടുത്ത് തന്നെ. ആരംഭം എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ആ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി അതിൻ്റെ ഛായാഗ്രഹണം അജയ് വിൻസെൻ്റ് ആണ്. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ അജോയ് തമ്പി, അദ്ദേഹമാണ് അതിൻ്റെ കോ-റൈറ്ററും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലൊക്കെ. അപ്പോൾ ഈ കലശമല പിന്നെ കുന്നംകുളത്തെ കുറേ ഭാഗങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ കുറേ സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് വലിയൊരു അദ്ദേഹത്തിന് കണ്ടു നിറഞ്ഞു പോയി. ഒക്കെ അദ്ദേഹമാണ് ഷൂട്ട് ചെയ്യുന്നത്, അജയ് വിൻസെൻ്റ് ആണ്. ഇവർ ഈ രാവിലെ നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുന്നതും അതെല്ലാം അജയൻ ചേട്ടനാണ്. ആ ലൊക്കേഷനിൽ അജയ് വിൻസെൻ്റ് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് തൃശ്ശൂർ ലൊക്കേഷനിൽ അധികം വന്നിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് ഇവിടെ സിനിമ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നു. തൂവാനത്തുമ്പികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരു ജോൺസൺ മ്യൂസിക്കൽ എന്ന് പറയുന്നത് അപരനാണ്. അപരനിൽ പാട്ടുകളില്ല. അപ്പോൾ അത് അതിൻ്റെ അകത്തൊരു ഈ പറഞ്ഞൊരു കഥയുണ്ട്, അത് അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കതുവരെ മനസ്സിലായില്ല. അപരനിൽ പാട്ടുകളില്ല, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്രയും ഹെവിയാണെന്ന് അച്ഛൻ അറിയായിരുന്നു. അതുകൊണ്ട് എൽ വൈദ്യനാഥനെയാണ് അതിൻ്റെ മ്യൂസിക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ സമയത്ത് മാൽഗുഡി ഡേയ്സിലെ ടൈറ്റിൽ മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അച്ഛനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് അതിന് ആറാറെന്നോ മറ്റാണ് പറയുന്നത്, ഇതിന് മുമ്പുള്ള റീ റെക്കോർഡിങ്ങിന് തൊട്ട് മുമ്പുള്ള. അത് കണ്ടതിന് ശേഷം റൊമ്പ ഗംഭീരമായിരിക്കും സാർ എന്നൊക്കെ പറഞ്ഞൊരു പോക്ക് പോയി. പക്ഷെ അദ്ദേഹത്തിനെ പിന്നെ കണ്ടില്ല. അദ്ദേഹത്തിന് കുറച്ച് ഈ ആൽക്കഹോളിസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ജോൺസേട്ടനെ തന്നെ വിളിച്ചു. ജോൺസേട്ടൻ വന്ന് പുള്ളി അതൊരു വാശി പോലെ എടുത്ത് അങ്ങ് ചെയ്യുമായിരുന്നു. അപ്പോൾ പുള്ളി പക്ഷേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോറസ് ആയിരുന്നു. പൊതുവിൽ മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കാം. അതെ അതെ കോറസ്. അപ്പോൾ കോറസ് ഇങ്ങനെ, കാരണം അതിങ്ങനെ ഒരു നിഴലുകൾ പോലെ ഇങ്ങനെ സംഗീതം കൊണ്ടുള്ളൊരിതാണ്. പല തരത്തിലുള്ള ശബ്ദങ്ങളുടെ അപരൻ എന്നുള്ള പ്രമേയവുമായിട്ട് ഏറ്റവും ഒത്തുപോകുന്നു. അതെ അതെ നിഴലുകളാണ് അതിൻ്റെ അകത്ത്. വിഷ്വൽസ് പലപ്പോഴും നിഴലുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ചേരുന്നൊരു മ്യൂസിക്കാണ്. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ ജോൺസേട്ടൻ്റെ അടുത്ത് അച്ഛൻ വന്നിട്ട്, താൻ ആ ബാട്ടിയെ പൊക്കിയല്ലേ? ജോൺസേട്ടൻ ചിരിച്ചു എന്ന് പറഞ്ഞു. കാരണം അതേ സമയത്ത് തമസ് എന്ന് പറഞ്ഞ ഗോവിന്ദ് നിഖിലാനി ഷൂട്ട് ചെയ്ത് ശരിക്കും ഇന്ത്യയിലെ ഒരു പ്രോപ്പർ സീരീസ് അതാണ്. ഡൽഹി ദൂരദർശൻ അതോ NFDC മറ്റേ പ്രൊഡ്യൂസ് ചെയ്ത് സിനിമ തന്നെയാണ്, പക്ഷേ സീരീസായിട്ടാണ് ഡൽഹി ദൂരദർശനിലാണ് അത് വരുന്നത്, 1 മണിക്കൂർ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് വനരാജ് പാട്ട് ചെയ്തത് ഇതേ കോറസാണ്. പക്ഷേ ഇതല്ല മ്യൂസിക്, അതും രസമുള്ള മ്യൂസിക്. അതെനിക്കത് നാഷണൽ അവാർഡായിരുന്നു അതിൻ്റെ. ഇതിൻ്റെ ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തത്. അപ്പം ഇത് പറഞ്ഞു കൊണ്ട് പുള്ളി അങ്ങ് ചിരിച്ചെന്ന്. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി, തമസല്ലേ സാധനം. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് സാധനം, ഇത് തന്നെ പോട്ടെ എന്ന് പറഞ്ഞെന്ന്. അതങ്ങനെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സിനിമയെ ഹോൾഡ് ചെയ്യുന്ന വാസ്തവത്തിൽ അതിൻ്റെ ക്യാമറ പോലെ തന്നെ അതിൻ്റെ സംഗീതമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അപരൻ പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു സീസൺ. അതെ.
സീസണിൽ ഇളയരാജയാണ് സംഗീതം. അപ്പോൾ സീസൺ എന്ന സിനിമ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗദ്യ കവിത അല്ലെങ്കിൽ പ്രോസ് പോയട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതും ഇളയരാജയെ പോലെ ഒരു ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് പത്മരാജൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം, അത് കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ഇപ്പോൾ നവംബർ നക്ഷത്രത്തിൽ പ്രതാപോത്തൻ സംസാരിക്കുന്നത് പത്മരാജന്റെ വോയിസ് നമ്മൾ കേൾക്കുന്നു. ഞാൻ ഗന്ധർവ്വല് ഫയൽമാലുണ്ട്, ഞാൻ ഗന്ധർവ്വന്റെ ശബ്ദം അച്ഛനാണ്. ഈ സിനിമയില് മനസ്സിൽ മത്താപ്പു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു പോർഷൻ, അതുപോലെ ജയചന്ദ്രന്റെ പോയി വരുന്നു എന്നുള്ള സോങ്, ഇത് രണ്ടും കൂടി ഒരു ബ്ലെൻഡ് ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് മൂന്നാം പക്കമായിരുന്നു. രാജേഷ് സാറ് അന്ന് 15 ലക്ഷം രൂപയാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. മൊത്തം അന്ന് പടത്തിനെല്ലാം കൂടെ 10-20 രൂപയ്ക്കകത്ത് ബഡ്ജറ്റുള്ള അത്ര പോലും ഇല്ല. എനിക്ക് തോന്നുന്നത് 10-20 രൂപയ്ക്കകത്ത് കഴിഞ്ഞതാണ് മൂന്നാം പക്കം. വളരെ ചെറിയ ബഡ്ജറ്റിൽ 10 ഗാന്ധിപതി ബാലഞ്ചേട്ടൻ. അപ്പം അച്ഛൻ വിളിച്ചു, രാജേഷ് സാറ് വന്നു. രാജേഷ് സാറ് വന്നപ്പോൾ ബാലഞ്ചേട്ടന് ടെൻഷനായി. പുള്ളി പറഞ്ഞു, ഞാൻ അടിയറവ് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു 3 ലക്ഷം രൂപയായിട്ട് അങ്ങോട്ട് ചെന്നു. പറഞ്ഞു ഇത്രയേ ഉള്ളൂ സാർ എന്ന് പറഞ്ഞു. രാജേഷ് സാർ ഉടനെ 2 രൂപ തിരിച്ചെടുത്ത് കൊടുത്തിട്ട് എനിക്കിത് മതി എന്ന് പറഞ്ഞു. എനിക്കിത്രയും ഈ പടത്തിനേക്ക് ഇത് മതി, 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹം വളരെ ഇത് കാര്യമായിട്ട് 1-2 കൊടുത്തതിൻ്റെ ഒരു പകുതിയും തിരിച്ചു തന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മുഖവും ഉണ്ട് ഇളയരാജയ്ക്ക്. പലരും അദ്ദേഹത്തിന്റെ റൈറ്റ്സിന്റെ കാര്യമൊക്കെ പറയുന്നു. അതെ, പക്ഷെ അദ്ദേഹത്തിന് ആ പടത്തിലെ പാട്ടുകൾ പൂർണ്ണ തൃപ്തി തന്നില്ല. അദ്ദേഹത്തിന് തൃപ്തി തന്നില്ല. ഉണരുമീ ഗാനത്തിന് മേടിച്ചെണ്ണ അവാർഡൊക്കെ കിട്ടി. പക്ഷേ പുള്ളിക്ക് അതൊരു തൃപ്തിയായില്ല. അത് മനസ്സില്ലാ മനസ്സോടെ വേണുഗോപാലിന് കൊടുത്തു എന്നൊക്കെ. അതെ അതെ, അത് പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ യേശുദാസിനെ കൊണ്ട് പാടിക്കണം എന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അത് പക്ഷേ അത് അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് കൊടുക്കുകയായിരുന്നു വേണിച്ചേട്ടൻ. അങ്ങനെയായിരുന്നു അത് കൊടുത്തത്. അത് കഴിഞ്ഞ് അടുത്ത പടമാണ് സീസൺ. അപ്പോൾ സീസൺ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ അകത്ത് ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അതും ഒരു പാട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു സാഗാ സോങ് പോലെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെയാണ്. ആ സ്വപ്നങ്ങൾ തൻ തീരം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്ന പുറത്തെവിടെയോ പോയിട്ട് സ്റ്റീരിയോസോണിക്കോ അങ്ങനത്തെ ഒരു സാധനം അവിടുന്ന് മിക്സ് ചെയ്ത് സ്വന്തം ചെലവിൽ പുറത്തെവിടെയോ അമേരിക്കയിലെവിടെയോ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡ്യൂസറിന് അത്രയും ലാഭമായിരുന്നു. ഇതൊക്കെ അച്ഛനോടുള്ള ഒരു അടുപ്പം കൊണ്ട് ചെയ്യുന്നതാണ്. അദ്ദേഹം വന്ന് രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്ന അച്ഛൻ ഉദ്ദേശിച്ചത് അതൊരു പാട്ടാവണ്ട. അപ്പം തമ്പിച്ചിറ്റപ്പനാണ്. അദ്ദേഹം തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇതൊരു പാട്ടല്ല, ഇതൊരു പ്രോസ് പോയട്രി, സച്ചിയൊക്കെ എഴുതുന്ന കവിത പോലെ. കവി സച്ചിദാനന്ദ. പുള്ളി പറഞ്ഞു എഴുതിയൊക്കെ തരാം, പക്ഷെ പാട്ട് ഹിറ്റാകത്തില്ല കേട്ടോ, ഹിറ്റാവണ്ട, എൻ്റെ സിനിമയ്ക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണത്. അപ്പോൾ ഇത് ആര് പാടും, അല്ലെങ്കിൽ ആരിത് പറയും? അത് പാടുന്നത് നമുക്ക് ജയചന്ദ്രനെ കൊണ്ട് പാടിക്കാം, പറയുന്നത് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ അത് പറയുന്നത്. അത് അതിൻ്റെ കൂടെ ത്രൂ ഔട്ട് രാജസാറ് കൂടെ അതിൻ്റെ റെക്കോർഡിങ്ങിന് ഫോട്ടോ അത് പറയുന്ന ഒരു രീതിയും വളരെ രസകരമാണ്. കാരണം കഥാപാത്രങ്ങൾ പറയുന്ന പോലെയല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു റെൻഡറിങ് നമുക്ക് ആകാശവാണി കേട്ട് ശീലിച്ച ആ കാലത്തുള്ള ആൾക്കാർ, ആകാശവാണി പോലും നമുക്ക് പിന്നീട് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും പരതി കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയൊരു ശകലം മാത്രം, ദൂരദർശനിലൊരു ഇൻ്റർവ്യൂ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. അത് എൻ്റെ അടുത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ അദ്ദേഹത്തിന് എയിലിംഗ് ആണ്, അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണ് കേട്ടത്. തകഴി ശങ്കരനാരായണൻ അച്ഛൻ അദ്ദേഹത്തിനെ മണി എന്നാണ് വിളിച്ചിരുന്നത്. വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, എപ്പോഴോ ഒരിക്കൽ ഇതുപോലെ ആലപ്പുഴ വന്ന ദിവസം ആഘോഷമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്, മനോരമ വർക്ക് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ കുറച്ച് പേര് ഇവരെല്ലാവരും കൂടെ. പെട്ടെന്നൊരു മഴ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് കവിത പോലെ അച്ഛൻ കുറേ വരികളിങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞുള്ള അറിവാണ്. അതൊരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കുറേ വരികൾ, അത് അദ്ദേഹം പറയുന്നത് ഒരു ഗാനം പോലെ ശ്രുതിമധുരമായിരുന്നു. അതിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അത് ആ പറച്ചിലിൻ്റെ ഒരു മോഡുലേഷൻ്റെ സുഖമൊക്കെ ആയിരിക്കാം. എന്നിട്ടൊരു 2 വരി പാടുകയും ചെയ്തു. അപ്പോൾ തോന്നിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനൊരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ശബ്ദം ഈ പറഞ്ഞ പോലെ വളരെ സ്വാധീന ശക്തിയുള്ളതാണ്. വെറുതെ നമ്മളോട് സംസാരിക്കുന്നത്. പിന്നീട് ഇപ്പം MD രാജേന്ദ്രൻ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഹൻലാൽ പിന്നീട് സംസാരിക്കുന്നത് ഇതേ ടോണാണ്. ഇപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം പറയുന്ന പോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ 2 വാക്കുകൾ കഴിയുമ്പോൾ ഒരു ചെറിയൊരു പോസ് വരുമല്ലോ, എന്നെ സംബന്ധിച്ച് സ്റ്റൈലിഷ് എനിക്ക് അത് ആ വ്യക്തിത്വം പോലെ തന്നെയാണ്. അത് ഭയങ്കര സ്റ്റൈലിഷാണ്. മൊത്തത്തിൽ നല്ല ശബ്ദമാണെന്ന് വിചാരിച്ചിട്ട് ആവശ്യമില്ലാത്ത ബാസ് കൊടുക്കുകയൊന്നുമില്ല. അതിൻ്റെ അത് വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. നോട്ട് കോൺഷ്യസ് ഓഫ് ഹിസ് ഓൺ
വോയിസ് ക്വാളിറ്റി അതാണ്. പലരും നല്ല ശബ്ദമാണെങ്കിൽ ആ വോയിസിൽ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കും. പുള്ളി അതിനെപ്പറ്റി ബോധേഡായിരുന്നില്ല. അപ്പോൾ ആ ഒഴുക്ക് അതുകൊണ്ടുണ്ടായിരുന്നു. മൂന്നാം പക്കത്തിലേക്ക് ഒന്ന് വീണ്ടും വരികയാണെങ്കിൽ ഇളയരാജയായിട്ടുള്ള ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു മൂന്നാം പക്കം എന്നുള്ള മൂവി. അപ്പോൾ അതിൽ ഈ പറഞ്ഞ വേണുഗോപാലിനെ പരീക്ഷിക്കുന്നു, പൂർണ്ണ തൃപ്തനല്ലെങ്കിലും ആ സോങ് ചെയ്യുന്നു. പിന്നെ ഈ സോങ് അതിൽ വലിയൊരു ക്യാരക്ടറായി മാറാണ്. പിന്നീട് ഈ മുത്തച്ഛൻ്റെ ആദ്യത്തെ സീൻ തൊട്ട് ഈ സോങ് നമ്മുടെ കൂടെയുണ്ട്. പടം തുടങ്ങുന്നത് ഈ സോങ്ങിലൂടെയാണ്, എൻഡ് ചെയ്യുന്നതും അതിലൂടെയാണ്. അതിൻ്റെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളി അതിൻ്റെ ക്ഷീണം തീർത്തിട്ടുണ്ട്. പുള്ളിയുടെ പാട്ടുകൾ പുള്ളിക്ക് അത്ര സുഖമായില്ല എന്നുള്ളതുകൊണ്ട് പുള്ളി വാശിക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തു. പുള്ളി അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന് ഊട്ടിയിലൊരു ഈ പർണശാല പോലൊരു സ്ഥലമുണ്ട്. അതിന് പോയി അദ്ദേഹം ഒരു അനുധ്യാനം പോലൊരു കാര്യമുണ്ട്. അവിടെ പോയിരുന്ന് ഈ സ്വയം ഒരു പ്രിപ്പറേഷനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് വന്നത്. എന്നിട്ട് പോലും പുള്ളിക്ക് മൂന്നാം പക്കം തൃപ്തിയായില്ല. പാട്ടുകളിൽ അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അപ്പോൾ അത് തീർത്തത് പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ. പുള്ളിയെ മാക്സിമം പുള്ളി ആ സമയത്ത് നത്തിങ് ബട്ട് വിൻഡ് എന്ന് പറഞ്ഞ കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിലെ പല ട്രാക്കുകളും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അന്ന് ആ കാസറ്റ് അങ്ങനെ കാര്യമായിട്ട് കേരളത്തിലൊക്കെ അങ്ങനെ പ്രചാരമായി വരുന്നേ ഉള്ളൂ. അതിന് മുമ്പാണ് ഈ സിനിമ വന്നത്. അത് മുഴുവൻ ഇതിൻ്റെ അകത്ത് പലതും പല സ്ഥലത്തും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ അദ്ദേഹം ഇത്രയും പൈസ കുറച്ച് കൊടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ അത്രയും അധ്വാനിച്ചിട്ടാണ്. കലാകാരന്മാരെപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു പരസ്പര ബഹുമാനത്തിലാണ്. ഒരാൾ അപ്പുറത്ത് കൃത്യമായിട്ട് ഒരാളുടെ കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ പ്രചോദിതരാകുന്നതാണ്. അതായത് ഒരിക്കൽ ദാസാർ ഒരിക്കൽ പറഞ്ഞു എന്ന് കൈതപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നലെയുടെ പാട്ടുകൾ ഇതുപോലെ റെക്കോർഡിങ് നടക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരു പാട്ടാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്, അത് ഡ്യുവറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി, കൈതപ്പുറം തിരുമേനി. അപ്പം 2 പാട്ടുകളേ ഉള്ളൂ. അതേ സമയത്ത് ഹിസൈനസ് അബ്ദുള്ളയുടെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങോട്ടല്ല പോകുന്നത്, അവിടെ 6 പാട്ടുണ്ട്. കൈതപ്പുറം ഇവിടെ വേണം, അതെന്താണ് ലിറിസിസ്റ്റ് വേണം. അത് അച്ഛൻ്റെ ഒരു നിർബന്ധമാണ്. റെക്കോർഡിങ് നടക്കുമ്പോൾ ലിറിസിസ്റ്റ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് ഇത് വേണം. കുട്ടൻചേട്ടൻ ഇങ്ങനെയായിരുന്നു, വയലാർ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ത്രൂ ഔട്ട് കൂടെ വന്നു നിന്നു. അദ്ദേഹം സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം വന്ന് കൂടെ വന്ന് നിന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ അങ്ങ് ഹൃദയംഗമായിട്ട് അഭിനന്ദിച്ചു. അത് ഗംഭീരമായിരിക്കുന്ന ചേട്ടാ എന്ന് പറഞ്ഞ് ദാസേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അച്ഛൻ പോയി കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് അങ്ങനെ എന്നോടങ്ങനെ ആരും അങ്ങനെ തുറന്ന് പറയാറില്ല. അത് പറയേണ്ട കാര്യമില്ലല്ലോ അത്. പക്ഷെ അത് കേൾക്കുന്ന എന്തൊരു സുഖമെന്നറിയോ, ഒരു കലാകാരൻ്റെ കയ്യിൽ നിന്ന് ഇത് കേൾക്കുന്ന എന്തൊരു സുഖമാണെന്നറിയാവോ എന്ന് ദാസാർ പറഞ്ഞായിട്ട് കൈതപ്പുറം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാം പക്കം എന്നുള്ള സിനിമയെ ബന്ധപ്പെട്ട നമ്മുടെ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ ഷമ്മി തിലകൻ അതിൽ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. തിലകൻ ചെയ്ത അതിഗംഭീരമായിട്ടുള്ള മുത്തച്ഛൻ, ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം. അപ്പോൾ ആ ഒരു അടുപ്പത്തിൻ്റെ പേരിലാണ് ഷമ്മി തിലകൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ക്യാമറയിൽ ഇത് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തു. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, അന്നത്തെ അന്ന് ഇപ്പോഴാണല്ലോ BTS എന്നൊക്കെ പറഞ്ഞില്ലേ, അന്നത് അദ്ദേഹം റെക്കോർഡ് ചെയ്തു. ഞാൻ ഗന്ധർവൻ്റെ ഇതുപോലെ കുറച്ച് ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട് യൂട്യൂബിൽ. അത് ചെയ്തിട്ടുണ്ട്. അത് അച്ഛൻ്റെ തന്നെ ഒരു അച്ഛൻ അതിന് തൊട്ട് മുമ്പ് ഗൾഫിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഒരു വീഡിയോയിൽ വേറെ ആരുമാണ് അത് ഷൂട്ട് ചെയ്തത്. ഭരതൻ്റെ ഒരു ചിത്രീകരണം കാണാൻ പറ്റുന്ന ചുരത്തിൻ്റെ ഇതുപോലെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആ കാസറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ ഉടനെ അച്ഛൻ കാസറ്റ് വാങ്ങിച്ച് കൈവച്ചു, പുറത്തു പോരുത്, എൻ്റെ ഏതെങ്കിലും ബാക്കിയുള്ളവർ കാണും അതുകൊണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചേൽപ്പിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കാസറ്റൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഈ ഷമ്മി ചേട്ടനെ അതിൽ അസിസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നായിരുന്നു തിലകൻ സാറിൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അന്ന് അച്ഛൻ 6 അസിസ്റ്റൻസ് ഇവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ ഒരു അൺപെയ്ഡ് അപ്രൻറ്റീസായിട്ട് അദ്ദേഹവും അതിൻ്റെ ത്രൂ ഔട്ട് അതിൻ്റെ ചിത്രീകരണ സമയത്ത് ഷമിച്ചേട്ടനുണ്ടായിരുന്നു. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ചിത്രീകരണം മുഴുവൻ അദ്ദേഹം വീഡിയോ ക്യാമറയിലാക്കിയിട്ടുണ്ട്. ബിഹൈൻഡ് ദി സീൻസ് അല്ല, ബിഹൈൻഡ് ദി സീൻസ്. ഈ സിനിമ വലിയ ഹിറ്റാവുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുള്ളത് കുറേ എല്ലാ സിനിമകളും അദ്ദേഹം ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും പരാജയമായിരുന്നു എന്നൊക്കെ പലരും ഒറ്റയടിക്ക് വിധി എഴുതാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഓടിയ സിനിമയായിരുന്നു. മൂന്നാം പക്കം അത്യാവശ്യം മൂന്നാം പക്കം നഷ്ടമില്ലെന്നേ ഉള്ളൂ, നഷ്ടമില്ല, ഫ്ലോപ്പല്ല. പക്ഷെ അതൊക്കെ ബ്രേക്ക് ഈവണെന്നേ ഉള്ളൂ. അതൊന്നും ഒരു ഭയങ്കര സക്സസ്ഫുൾ പടങ്ങളല്ല. ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും എനിക്കൊരു നഷ്ടമില്ല. അദ്ദേഹം സാമ്പത്തിക നഷ്ടത്തെ പറ്റി അല്ല പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ലാഭമാണ്. മൂന്നാം പക്കം അങ്ങനെ വലിയ ലോസ് അല്ല കമ്പയർഡ് ടു നോമ്പരത്തി പൂവോ പിന്നെ അല്ലെങ്കിൽ തൂഹാനത്തുമ്പികളോ 2 സൂപ്പർ ഹീറോസ് അഭിനയിച്ച പടങ്ങളെക്കാട്ടിലും. കാരണം ചിലവ് കുറവായിരുന്നു. അതുകൊണ്ട് മുന്തിരിത്തോപ്പുകളും വലിയ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. ഇന്നലെ നന്നായിട്ട് ഓടിയ പടം. അല്ല, അച്ഛനെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയ തിരക്കഥകളിൽ ഒരു 70% ഹിറ്റാണെങ്കിൽ അച്ഛൻ സ്വയം ഡയറക്റ്റ് ചെയ്ത പടങ്ങളിൽ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന ഈ 3 പടങ്ങളേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം ഓടിപ്പോയ ഒരു 3 പടവും കൂടെ കാണും. പിന്നെ ഈ നഷ്ടമില്ലാതെ പോയ തുടക്കത്തിലെ പടങ്ങളൊന്നും നഷ്ടമല്ല. കാരണം ഇതെല്ലാം പനോരമ സെലക്ഷൻ കിട്ടുന്നു. പെരുവഴിയമ്പലം, കള്ളം പവിത്രൻ, തിങ്കളാഴ്ച നല്ല ദിവസം, ഒരിടത്തൊരു ഫയൽവാൻ, ഇതിലൊന്നും പ്രൊഡ്യൂസറിന് കൈനഷ്ടമില്ല. കാരണം മുടക്ക് മുതൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ചിലതിനൊക്കെ നല്ലപോലെ കാശ് കിട്ടിയിട്ടുണ്ട്. കള്ളം പവിത്രനൊക്കെ ശരിക്കും തിയേറ്ററിൽ ഓടിയ പടമാണ്. പക്ഷേ ഇത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ഒരുപക്ഷെ
30% പടങ്ങളെ സ്വയം സംവിധാനം ചെയ്ത പടങ്ങൾ ഓടിയിട്ടുള്ളൂ. ബാക്കി 70% സാമ്പത്തികമായി നഷ്ടമാണ്. ആ നഷ്ടമല്ല അച്ഛൻ കണ്ടത്. അച്ഛനത് എന്താ പറയേണ്ട, ഒരു ഭാവിയിലേക്കുള്ള ഒരു നീക്കിയിരിപ്പായിട്ടാണ് കണ്ടിരുന്നത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പലപ്പോഴും പരീക്ഷണങ്ങളാണ്. ചില സമയത്ത് ഇതേ പ്രേക്ഷകൻ നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പോൾ കളമ്പുഴത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപരൻ മോശമല്ലാതെ കളക്ഷൻ കിട്ടിയ ഒരു പടമാണ്, നഷ്ടമില്ല. പക്ഷേ ചില സമയത്ത് ഇതേ പ്രേക്ഷകൻ നമ്മളെ തിരസ്കരിക്കുമ്പോൾ വലിയ വിഷമം തോന്നും, ഈ പ്രൊഫഷനോട് തന്നെ വെറുപ്പ് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതുകൊണ്ടായിരിക്കാം എന്നോട് ഒരിക്കലും സിനിമയിലേക്ക് സംവിധാനം ചെയ്യാൻ പോകരുത് എന്ന് പറയാൻ കാരണം അതിൻ്റെ ടെൻഷൻ ഒക്കെ തന്നെയാണ്. സിനിമയിലേക്ക് വരരുത് എന്നുള്ള ആദ്യമേ ഒരു ഉപദേശം, പ്രൊഫഷനാക്കരുത്, ഒരിക്കലും ജീവിതോപാധിയാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അച്ഛന് അവസാനമൊക്കെ ആയപ്പോൾ സിനിമ ഒരു പാർട്ട് ടൈം ജോബ് ആക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സാഹിത്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ. കാരണം ആ മരിക്കുന്ന വർഷം എഴുതിയ 2 നോവലുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പ്രതിമയും രാജകുമാരിയും മഞ്ഞുകാലം നോറ്റകുതിര. ഈ 2 നോവലുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തു, KP അപ്പൻ സാറിനെയൊക്കെ പോലുള്ള വലിയ ആളുകളുടെ. അപ്പോൾ അതിന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണല്ലോ. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് തോന്നുന്ന പടങ്ങൾ മാത്രം ചെയ്യുക, ബാക്കി ഇപ്പോൾ ഭാരതനും ശശിയൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ എഴുതി കൊടുത്താൽ പോരെ. ഇന്നലയിൽ ആദ്യമായിട്ട് മോഹൻ സിത്താരയെ പരീക്ഷിക്കുന്നു. അത് തീർച്ചയായിട്ടും തൊട്ട് മുമ്പ് തൂവാനത്തുമ്പികൾ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷം, വളരെ സമാധാനത്തിൽ ഹാൻഡിൽ ചെയ്തൊരു അടുപ്പം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും അന്ന് മോഹൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ദാസാർ അത്രയും സഹകരിക്കണമെന്നില്ല എന്നാണ് ബാക്കിയുള്ളവർ പറഞ്ഞുള്ള അറിവ്. മോഹൻ സിത്താര ഇതിൽ വരുന്നതിന് പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ചെയ്ത 2 ചിത്രങ്ങൾ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1 മുതൽ 0 വരെ. അതിനേക്കാൾ ചാണക്യനിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് അച്ഛൻ അതെ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനോട് പറഞ്ഞു പോലും നമുക്കിനിയും ചെയ്യണം, നമുക്കിത് ഇന്നലെ കഴിഞ്ഞിട്ട് ചെയ്യണം. ഇന്നലെയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തിരുവനന്തപുരത്തായിരുന്നു. അത് ഞാൻ ഇടയ്ക്ക് ഓർക്കുന്നുണ്ട്. ചില സ്ഥലത്തെത്തുമ്പോൾ മോഹൻ ഇത് നോക്കി വെച്ചോ, ഇത് വേണമെങ്കിൽ അടുത്ത പടത്തിന് യൂസ് ചെയ്യാൻ കേട്ടോ എന്നിങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ചില സ്ഥലത്ത് അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഇന്നസെൻ്റ് KP ലളിത ഒരു ഇതുണ്ടല്ലോ, രാത്രി ഇവർ ഒളിച്ചു വന്നിട്ട് അപ്പുറത്ത് പൈസ കൊടുക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അച്ഛൻ അദ്ദേഹത്തിന് കൊടുത്ത റെഫറൻസ് ഫിഡ്ലർ ഓൺ ദ റൂഫ് എന്ന് പറയുന്ന മ്യൂസിക്കലുണ്ട്. വളരെ അറിയപ്പെടുന്ന മ്യൂസിക്കലായിട്ടുള്ള വേൾഡ് ക്ലാസിക്കാണ്. അതിൻ്റെ മ്യൂസിക് ടേപ്പ് അച്ഛൻ അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു. ഇതുപോലൊരു സാധനം പിടിക്കും എന്ന് പറഞ്ഞാൽ ആ ട്രാക്ക്. പക്ഷെ അതുപോലല്ല, അദ്ദേഹം അത് മാറ്റി റെഫറൻസ്, ആ റെഫറൻസ് വെച്ചിട്ട് അദ്ദേഹം ഭയങ്കര രസമായിട്ട് ചില സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കതിൻ്റെ അത് ക്ലൈമാക്സിൽ ഒരു സ്ഥലത്ത് ആ കയറിപ്പോകുന്നിടത്ത് മോഹൻചേട്ടൻ ചെയ്തേക്കുന്ന മ്യൂസിക് അത് ഗംഭീരമാണ്. ആ സുരേഷ് ഗോപി വരുമ്പോൾ തൊട്ടുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള സൈലൻസും, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ജോൺസേട്ടന് ശേഷം ഏറ്റവും പോയിഗ്രൻ്റ് ആയിട്ടുള്ള BGMs ചെയ്തിട്ടുള്ള ആൾ മോഹൻ സിത്താരയാണ്. വചനം, ലെനിൻ രാജേന്ദ്രൻ്റെ വചനത്തിലൊക്കെ സൈലൻസസ് എവിടെ വേണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. മലയാള സിനിമ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ മാത്രമേ അറിയുന്നുള്ളൂ. ചാണക്യനിലെ തന്നെ 2 ട്രാക്കുകൾ എന്ത് മനോഹരമാണ്. ശരിക്കും മലയാള സിനിമ അദ്ദേഹത്തിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡയറക്ടറിനെ അധികം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് 2-3 സിനിമകൾ ഇപ്പോൾ ഹിസൈൻ അസദുള്ളയിൽ ഇദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വചനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ഇന്നലെയും ചാണക്യനും ചെയ്ത ആള് തന്നെയാണ് പിറവി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഡിഫറെന്റ് ജോണേഴ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. ഇതിൽ 2 പാട്ടുകൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ലളിതഗാനങ്ങൾ ഒരുക്കുന്ന ഒരാളെന്ന് നിന്ന് മാറി സിനിമാറ്റിക് ആയിട്ടുള്ള 2 പാട്ടുകൾ ഒരുക്കി അതിൽ പ്രൂവ് ചെയ്തു. അതിൻ്റെ തന്നെ ഒരു തുടർച്ച പോലെയാണ് ഇതിലെ 2 പാട്ടുകളും. വളരെ അത്ര എളുപ്പമല്ല അതിന് മ്യൂസിക് ചെയ്യാൻ. അഠാണരാഗത്തിലോട്ടാണ് അതിനുള്ളൊരു സ്റ്റേറ്റ് അവാർഡ് അല്ലേ ആ വർഷത്തെ അവാർഡ് വാങ്ങിച്ചു. പക്ഷെ അത് അച്ഛൻ മരിച്ചു കഴിഞ്ഞു അപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞു, കാണാൻ ആളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. വലിയൊരു അവസരം നൽകിയ ആളാണ്. അതെ. അത് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് വിളിക്കുമ്പോൾ പറഞ്ഞ അടുത്ത പടത്തിൽ മേനോൻ നമ്മൾ ഒരുമിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൽ എനിക്ക് കഴിഞ്ഞ പടത്തിൽ ട്രാക്ക് പഠിക്കാൻ പോലും പറ്റാതെ പോയ ഒരാളുണ്ട്, എൻ്റെ ഒരു ബന്ധുവാണ്. അയാൾക്കൊരു അവസരം കൊടുക്കണം. M ജയചന്ദ്രനെ പറ്റിയാണ് പറഞ്ഞത്. അതും എൻ്റെ സ്റ്റുഡൻ്റാണ് എന്ന് ഉടനെ പെരുമ്പാവൂർ സാറ് പറഞ്ഞു. എനിക്ക് സന്തോഷമല്ലേ എന്ന് പറഞ്ഞത്. നടന്നില്ല. കുട്ടൻ പിന്നീട് ജയചന്ദ്രൻ ഞങ്ങളുടെ ഒരു ബന്ധുവും കൂടെയാണ്. അപ്പോൾ കുട്ടൻ പറയുന്നത് എൻ്റെ ഒരു നഷ്ടവും കൂടെയാണെന്ന് പറയാറുണ്ട്. ഇന്നലെയുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗന്ധർവനാണ്. ഗന്ധർവൻ്റെ സമയത്ത് ആദ്യം പെരുമ്പാവൂർ ആയിരുന്നു. അതായത് മണ്ണിൽ മുഹമ്മദ് തുടങ്ങുന്ന സമയത്ത് പെരുമ്പാവൂരിന് കൊടുക്കാനാണ്. പക്ഷേ ഈ ഗന്ധർവൻ്റെ തീമൊക്കെ കേട്ടപ്പോൾ അച്ഛൻ്റെ പ്രിയ സുഹൃത്താണ് പ്രേം പ്രകാശ്. അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ പെരുമ്പാവൂരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം. പറഞ്ഞു, പപ്പൻ ഈ പടം ചെയ്യണമെങ്കിൽ അത് ജോൺസൺ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു.
അച്ഛനാണല്ലേ, ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജോൺസേട്ടനെ വിളിക്കുന്നത്. പക്ഷെ പിന്നീട് ഇത് വർഷങ്ങൾക്ക് ശേഷം പെരുമ്പാവൂർ ആയിരുന്നു അതിൻ്റെ ഒറിജിനലി മനസ്സിൽ വിചാരിച്ചിരുന്ന പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പെരുമ്പാവൂരിൻ്റെ അടുത്ത് സോറി പറഞ്ഞു. കറിയാച്ചമ്മൻ പ്രേംപ്രകാശ് സോറി പറഞ്ഞു, ഞാനാണ് അതിൻ്റെ പ്രതി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ജോൺസേട്ടൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ആ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. മാത്രമല്ല ഈ കൈതപ്രമായിരുന്നു ഇതിൻ്റെ അകത്ത്. കൈതപ്രം ഇന്നലെയിലാണ് ഇവരിതം ഒരു അതെ, ഇത് 2 പടങ്ങളിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. അതായത് അച്ഛൻ മരിക്കുന്ന 23-നാണ് ജനുവരി. 22-ന് വൈകിട്ട് എന്തോ ഒരു ഓർമ്മ അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റ് തിരുത്തുന്ന പോലെ ഒരു കോള് പോയി. ബിച്ചു തിരുമലയ്ക്കാണ് ഈ കോള് പോകുന്നത്. ബിച്ചു തിരുമല അച്ഛൻ്റെ 4 പടങ്ങളിൽ തുടക്കകാലത്ത് 4-5 ആദ്യത്തെ പടത്തിൽ തന്നെയാണ്. അച്ഛൻ എഴുതിയ 4 പടങ്ങളിൽ അദ്ദേഹം കൊച്ചു കൊച്ചു തെറ്റുകളിലൊക്കെ നല്ല പാട്ടുകളുണ്ട്. ഇവർ പഴയ യൂണിവേഴ്സിറ്റി കോളേജ് സുഹൃത്തുക്കളാണ്. അച്ഛനേക്കാളും സീനിയറാണ്. അച്ഛനേക്കാളും അച്ഛൻ്റെ കൂടെ പഠിച്ചവരൊക്കെ സീനിയറായിരിക്കും. കാരണം അച്ഛന് 14-ാം വയസ്സിലാണ് പ്രീ യൂണിവേഴ്സിറ്റി കയറി. ഡബിൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് MTQ ഇതുപോലായിരുന്നു. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് പോകുന്നത്. നയാ പൈസ എന്നാണ് വിളിച്ചിരുന്നത്. നിക്കർ ഇട്ടിട്ടാണ് കോളേജിൽ പോകുന്നത്. അപ്പോൾ ഉള്ളത് 16-17 വയസ്സുള്ളവരായിരിക്കും. അച്ഛനേക്കാളും 2-3 വയസ്സിന് മൂത്തവരാണ്. അതെ. അപ്പം അത് ഈ ബാഡ്മിൻ്റൺ കോർട്ടിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു പരിചയമാണ്. അപ്പോൾ ഇത് അച്ഛൻ പിന്നീട് മോഹൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതോ ഒരു പടത്തിൽ ഒരുമിച്ച് എഴുതുന്ന സമയത്ത് മോഹൻ്റെ അടുത്ത് കൊച്ചു സീറ്റുകളിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. 22-ന് ഒരു കോള് പോകുന്നു. കോള് വിളിക്കുന്നത് പറഞ്ഞു, ബിച്ചു നമ്മൾ ഇതുവരെ ഒന്നിച്ചിട്ടില്ല, അടുത്ത പടത്തിൽ നിങ്ങളായിരിക്കണം എൻ്റെ ഇതിൽ എഴുതേണ്ടത് എന്ന് പറയും. പുള്ളിക്ക് അതിശയായി പോയി. കാരണം പുള്ളി നല്ല തിരക്കുള്ള സമയമാണ്. എന്തോ ഒരു ഓർമ്മ പോലെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് വീണ്ടും കോള് വരുന്നു. കോള് വരുന്ന ഇതേ കോഴിക്കോട് നമ്പറിൽ നിന്നാണ് ഫോൺ. ഇത് വിളിക്കുന്നത് ഗാന്ധിമതി ബാലനാണ്. താങ്കൾ ആരാണെന്ന് അറിയില്ല, ഞാൻ ഗാന്ധിമതി ബാല, ഞാൻ ബിച്ചുവാണ്. ആണോ, ഇത് പപ്പേട്ടൻ അവസാനം വിളിച്ച നമ്പറുകളിലേക്ക് ഞാൻ വിളിക്കുകയാണ്. പപ്പേട്ടൻ ഇന്നലെ കിടന്നിട്ട് എണീറ്റില്ല. പുള്ളി പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. കാരണം 6 മണിക്കൂറോ 7 മണിക്കൂർ മുമ്പ് ഞാൻ സംസാരിച്ചതാണ്. അദ്ദേഹം അച്ഛനെപ്പറ്റി അച്ഛൻ്റെ മരണശേഷം എഴുതിയ കവിതകളിലൊന്ന് അദ്ദേഹമായിരുന്നു. ഈ ഓർമ്മയിലാണ് അദ്ദേഹം എഴുതിയതെന്ന് പറഞ്ഞു. അദ്ദേഹവും അച്ഛൻ്റെ സ്വന്തം പടങ്ങളിൽ എഴുതിയിട്ടില്ല. MD രാജേന്ദ്രനാണ് മറ്റൊരാൾ. അദ്ദേഹവും തിരക്കഥ എഴുതിയ പടങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഡയറക്ടോറിയൽസിലൊന്നും സഹകരിച്ചിട്ടില്ല. ബിച്ചു തിരുമല കൊച്ചു കൊച്ചു തെറ്റുകൾ എഴുതിയിട്ടുണ്ടെന്ന്. ബിച്ചു തിരുമല 4 പടങ്ങൾ, കാണാമറയത്ത്, കരിമ്പീൻ പൂനക്കരെ, പ്രയാണം, കൊച്ചു കൊച്ചു തെറ്റുകൾ 4 പടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വലിയ അടുപ്പമായിരുന്നു അവർ തമ്മിൽ. പക്ഷേ ഈ എല്ലാ അടുപ്പമുള്ളവരെല്ലാവരും സഹകരിക്കണമെന്നില്ല. എളുപ്പമല്ല. ഇന്നലെയിലെ പാട്ടുകളാണെങ്കിലും സാധാരണ കാവാലത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു തരി കുറുമ്പുള്ള വരികളും അതിൻ്റെ ഒരു വേരിയേഷനും കിട്ടുക. അപ്പോൾ നീ വിൺ പൂ പോൽ ഇതളായി കൊഴിയും വരമായി നിറമായി, അങ്ങനെ ഇതിങ്ങനെ ഒരു ട്രപ്പീസ് കളി പോലെയാണ് പോകുന്നത്. പെരുമ്പാവൂർ സാറ് പറഞ്ഞിട്ടുള്ളത് അത് എനിക്കിങ്ങനെ ഒരു മത്താപ്പ് വിടർന്ന് പൊട്ടുന്ന പോലെ തോന്നണം. ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ. പിന്നെ അതിന്റെ കൊമ്പിൽ ആലിൻ കൊമ്പത്ത് കിളി ഉണരുമ്പോൾ ആകാശത്തമ്പിളി വന്നു എന്നൊക്കെ പറഞ്ഞു. വാക്കുകളിലുണ്ട് അതിന്റെ ഒരു കുറുമ്പും കുസൃതിയൊക്കെ. അതെ. കണ്ണിൽ നിന്മയിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അത് കൈതപ്രം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കണ്ണിൽ നിന്മയിൽ ഓർമ്മ തെല്ലിൽ നിന്നാണ് അദ്ദേഹം. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കൈതപ്രം തെല്ല് മാറ്റി നമുക്ക് പൂവാക്കാം, ഒരു പൂവല്ലേ കുറച്ചുകൂടെ നല്ലത്, അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഈ ഓർമ്മപ്പൂവ്, നൊമ്പരത്തിപ്പൂവ്, ചില സവിശേഷമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ. ഗന്ധർവനിലേക്ക് വരുമ്പോൾ ഇതിലെ ലാസ്റ്റ് പോർഷനിലാണ് സോങ് വരുന്നത്. അപ്പോൾ ഈ പാട്ട് കട്ട് ചെയ്ത് കളയണം എന്നുള്ളതിന് വലിയൊരു നിർബന്ധം വരികയും അതിനെ പേരിൽ ഒരുപാട് സംഘർഷങ്ങൾ. അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് തുടക്കത്തിൽ ദേവാങ്കണങ്ങൾ ഇത് കഴിഞ്ഞപ്പം ഗുഡ് നൈറ്റിലെ ചില ആളുകൾക്ക് പാട്ട് പോരാ എന്നൊരു അഭിപ്രായം വന്നു. ഏതാ ലൊക്കേഷനിൽ അത് തന്നെ അച്ഛന് വലിയ വിഷമം ഉണ്ടാക്കി. എന്നിട്ട് ഇവരെ 2പേരെയും വിളിച്ച് വരുത്തി, ജോൺസനെയും കൈതപ്രത്തിനെയും. ശ്രീ ഗുഡ് നൈറ്റ് മോഹൻ ആണ് അദ്ദേഹത്തിന് അഭിപ്രായമല്ല, അദ്ദേഹത്തിനെ പലരും കൂടെ വന്ന് പലരും പറഞ്ഞിട്ട് അത് പോരാ, പാട്ടത്ര പോരാ, മാറ്റണം, ക്ലാസിക്കലായിപ്പോയി എന്നൊക്കെ. ഇവിടെ വന്നപ്പം ഞാൻ മനസ്സിലാക്കി ജോൺസേട്ടൻ ഇവിടെ വന്നിട്ട് ഇവർ തമ്മിൽ വലിയ ക്ലോസ് ആണ്. മോഹൻ സാറുമായിട്ട് നിങ്ങൾ ഭയങ്കര ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ജോൺസേട്ടൻ പരിഭവമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാ വേണ്ട, പാട്ട് മാറ്റണ്ട, അച്ഛൻ്റെ ഒരു മനസ്സറിഞ്ഞുകൊണ്ട്. പക്ഷെ പടം തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് ആ സ്ഥലത്ത് ആളുകൾ കൂവുന്നു, ആളുകൾ സ്ലോ ആവുന്നു, ഇഴയുന്നു എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റിൻ്റെ പഴയ ചില മാനേജേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. അദ്ദേഹമല്ല, മോഹൻ സാറല്ല, ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ആ പാട്ട് റിമൂവ് ചെയ്തു തിയേറ്ററിൽ നിന്ന്. ആ പാട്ടില്ലാതെ ഞാൻ ഗന്ധർവൻ ദേവാങ്കണങ്ങളില്ലാതെ ഉണ്ടായിരുന്നു അത്. പക്ഷേ അത് കഴിഞ്ഞ് അച്ഛന് ഭയങ്കര വിഷമമായി എന്ന് കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ചേർത്തു. മോഹൻ സാറ് തന്നെ വീണ്ടും പാട്ട് രണ്ടാമത് ചേർത്തു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. മാത്രമല്ല ഈ സിനിമയിലെ പാട്ടുകൾ ഒരുക്കുമ്പോൾ ഇതിൽ ഹിന്ദുസ്ഥാനി രാഗങ്ങളിലുള്ള പാട്ടുകൾ വേണമെന്ന് ആദ്യം ജോൺസേട്ടനെ വിളിച്ചപ്പോൾ ജോൺസേട്ടൻ്റെ അടുത്ത് പറഞ്ഞു,
ഇതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ഹിന്ദുസ്ഥാനി, ഞാൻ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് നീ ക്ലാസിക്കലും പഠിച്ചിട്ടില്ല, നീ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ പുള്ളി ചിരിച്ചെന്ന് പറഞ്ഞു. അതിന് ഇയാൾ ക്ലാസിക്കലും പഠിച്ചിട്ടില്ലല്ലോ, എന്നിട്ട് അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇത്രയും നല്ല പാട്ടുകളൊന്ന്. പിന്നെ എനിക്ക് തോന്നുന്നത് പോലെ ഇപ്പൊ കൂടെവിടയിൽ ചെറിയ ചില പോർഷൻസിൽ ഈ നമ്മൾ പറഞ്ഞ ലിപ്സിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, പാടി അഭിനയിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ, വളരെ അപൂർവമായിട്ടുള്ളൂ. പക്ഷെ ഇതിലുള്ള ഗന്ധർവല്ലാണ് ലിപ്സിംഗ് ഉള്ള ഒരേ ഒരു പടം ഞാൻ പിന്നെ ആലോചിക്കുമ്പോൾ അതാണ്. അതായത് സാധാരണ മനുഷ്യന്മാർ അങ്ങനെ അവിടെ ഇവിടെയും പാടി നടക്കാറില്ല, മരം ചുറ്റി പാടാറില്ല. പക്ഷെ ഗന്ധർവൻ അതാവാം. ഗാനങ്ങളുടെ ഇടയിലൂടെ കഥ പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു അത്. അല്ലാതെ വന്ന ഒരു പടം ഗന്ധർവനാണ്. മറ്റതൊരു പാട്ട് തുടങ്ങി അവസാനിക്കുമ്പോൾ കഥയുടെ വേറൊരു ഘട്ടത്തിലായിരിക്കും സിനിമ ചെന്ന് നിൽക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് പാട്ടുകൾ, കാരണം അത് പാടുന്ന ആളാണല്ലോ, ഗന്ധർവൻ പാടണമല്ലോ, ഗന്ധർവൻ ഗായകനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനതാവാം. സാധാരണ മനുഷ്യന്മാർക്ക് അത് ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനമാവാൻ ചിലപ്പോൾ അത്രയും നാളില്ലാതിരുന്നൊരു കാര്യം ഈ സിനിമയിൽ നമ്മൾ കണ്ടത്. തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ള സിനിമ, അതിൽ ഇതുപോലെ അതുവരെ കാണാത്ത ഒരു ടീമിനെയാണ് പരീക്ഷിക്കുന്നത്. ശ്യാം പത്മനാഥൻ്റെ ഒരുപാട് സിനിമകളിൽ ഒരു 4-5 സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കഥകളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ചുനക്കര രാമൻകുട്ടി ആദ്യത്തെ അനുഭവമാണ്. അദ്ദേഹം ആകാശവാണിയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു. പക്ഷെ അവസരങ്ങളൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ മണിസാറിൻ്റെ പടമായതുകൊണ്ട് ഇതിലേക്ക് അവസരം ലഭിച്ചു. പക്ഷേ പുള്ളി പരിഭവം പറയുന്നതാണ്, ചുനക്കര രാമൻകുട്ടിയെ വരെ വിളിച്ച് എന്നെ വിളിച്ചില്ല എന്നുള്ള. പക്ഷേ അത് അച്ഛനല്ല, അത് മണിസാറിൻ്റെ ചില പ്രൊഡ്യൂസേഴ്സിന് ചില ആളുകൾ സ്ഥിരം, ഈവൻ ശ്യാം പോലും അങ്ങനെയാണ്. അതെ, തിങ്കളാഴ്ച നല്ല ദിവസത്തിൽ പാട്ടുകൾ വേണ്ട എന്നുള്ള അഭിപ്രായമായിരുന്നു അച്ഛന്. പക്ഷേ ഒരു പാട്ട് എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് മണിസാറിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണത്. അതും ഇദ്ദേഹത്തെ അല്ല ഉദ്ദേശിച്ചിരുന്നത്, പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ലായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. ആ പടത്തിൽ ടു ബി ഫെയർ ആ പടത്തിലെ പാട്ട് മോശമല്ല, ഒരു മൂടുള്ള വരികളൊക്കെ ആയിരുന്നു. പനിനീരുമായി ഇളം കാറ്റ് വീശി, അത് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് എഴുതി കൊടുത്തതാണെന്നും. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത് അദ്ദേഹം ഒന്ന് പേടിച്ചു, ഞാനിത് എഴുതുന്നില്ല എന്ന് മണിസാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. കാരണം ഞാൻ എഴുതിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എഴുതിയതിൻ്റെ പേരിൽ പാട്ട് മോശമായി, പത്മരാജൻ്റെ ഒരു സിനിമയ്ക്ക് അത് ക്ഷീണമായി സാറാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കുറുപ്പ് സാറൊക്കെ എഴുതുന്നു, അല്ലെങ്കിൽ വലിയ വലിയ എഴുത്തുകാർ എഴുതുന്നു, അപ്പോൾ ഞാൻ മാറിയേക്കാം എന്നുള്ള. പക്ഷേ അത് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ എനിക്കറിയാം, അവസരം കൊടുത്തു എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതിപ്പോൾ അത് കഴിഞ്ഞപ്പം വായിച്ചിട്ട് അച്ഛൻ പറഞ്ഞെന്ന്, ഇത് കുറച്ചുകൂടെ ഞാൻ സമയം തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. ഇത് അദ്ദേഹം പെട്ടെന്ന് എഴുതി കൊടുക്കുകയായിരുന്നു, 3-4 മണിക്കൂർ കൊണ്ട് എഴുതി കൊടുക്കുകയായിരുന്നു. ശ്യാമെന്ന് വളരെ തിരക്കേറിയ സംഗീത സംവിധായകനാണ്. അദ്ദേഹത്താൻ വൈകി, പിന്നെ വളരെ കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മോശമൊന്നുമല്ല, ആ പാട്ട് മോശമല്ലായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പരീക്ഷണം കരിയിലെ കാറ്റ് പോലെ എന്നുള്ള സിനിമ. ആ സിനിമയിൽ പാട്ടുകളില്ല, പക്ഷേ ഈ കുറ്റാന്വേഷണ സിനിമകൾക്ക് ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ഉണ്ട്, വളരെ ലൗഡായിട്ടുള്ള മ്യൂസിക്. ഒരു 10 സീൻ കഴിയുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു ഇത്. അപ്പോൾ ശ്യാമിൻ്റെ സിനിമകളാണ് ആ സമയത്ത്, ഇപ്പോൾ നമ്മൾ 20-ാം നൂറ്റാണ്ടാണെങ്കിലും സേതുരാമയ്യരാണെങ്കിലും ഒക്കെ ആ സമയത്ത് അത്തരം ടൈപ്പ് സിനിമകൾ ചെയ്യുന്നതൊക്കെ ശ്യാമാണ്. പക്ഷെ ജോൺസൺ ചെയ്തിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 അറ്റംപ്റ്റുകൾ, ഒന്ന് കരിയിലെ കാറ്റ് പോലെ, 2 മുഖം എന്നുള്ള സിനിമ. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയി വരുന്നത് കരിയിലെ കാറ്റ് പോലെയാണ്. മദ്രാസിൽ പ്രിവ്യൂ വന്ന സമയമാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പൊതുവേ മദ്രാസ് റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവായിരിക്കും, പടം ഓടില്ല. അവിടെ പടം പൊട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ സൂപ്പർ ഹിറ്റ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് പാർക്കാൻ മുതിരും, പടം പോയി എന്നതാണ് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രിവ്യൂ. ഇവിടെ വന്നപ്പോൾ സൂപ്പർ ഹിറ്റായിരുന്നു. ഇതിൻ്റെ ഒരു റിവേഴ്സായിരുന്നു. കരിയിലക്കാറ്റ് പോലെ ഫ്ലോപ്പൊന്നും അല്ലായിരുന്നെങ്കിലും അതിൻ്റെ റിപ്പോർട്ട്സ്, പ്രിവ്യൂ കഴിഞ്ഞ് വന്ന റിപ്പോർട്ട്സ് വളരെ വലുതായിരുന്നു. അത് ഭയങ്കര പടമാണെന്നുള്ള. അപ്പോൾ അത് കഴിഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അച്ഛൻ വിളിക്കുന്നത്. അവിടുന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ജോൺസനെ ഭരതനെടുത്ത് പൊക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അത്രയ്ക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകർഷിച്ചിരുന്നു ഇവരെയൊക്കെ. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതിൻ്റെ. ജോൺസൺ മാഷ് അതുവരെ ചെയ്ത ഒരു ജോണറും അല്ല. അതെ അതെ. അതിനകത്ത് കുറ്റാന്വേഷണം മാറ്റി നിർത്തി അതിൻ്റെ അകത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഇതാണ് ഈ മമ്മൂട്ടി കാർത്തിക ട്രാക്ക്. ഹരികൃഷ്ണനും ശില്പയും ഒരു അച്ഛനും മകളും ആണെന്ന് അയാൾക്ക് മനസ്സിലായി, മകളാണെന്ന്. അപ്പോൾ ഒരു മൊണ്ടാഷ്, ഒരു മ്യൂസിക് മൊണ്ടാഷ് വേണമെങ്കിൽ പാട്ടാക്കാമായിരുന്നു. അച്ഛൻ പാട്ടാക്കിയിട്ടില്ല, ഒരു മ്യൂസിക് മൊണ്ടാഷിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ കാണിക്കുന്ന ചില ആക്ഷൻസ് അവളിൽ അയാൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അയാളിങ്ങനെ ആക്കുമ്പോൾ അതേ ഇത് തന്നെ മകളിങ്ങനെ ചെയ്യുന്ന ഇയാൾ കണ്ടിട്ട് ഇയാൾ ഇമോഷണലാവുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അവിടെ ജോൺസേട്ടൻ ചെയ്തേക്കുന്ന ഒരു ട്രാക്കുണ്ട്, വളരെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു ട്രാക്കാണ്. അതൊക്കെയാണ് ജോൺസേട്ടൻ്റെ ചില സാധനങ്ങൾ അദ്ദേഹം ഇടുന്നത്.
വേറൊരു കാര്യം പറയാം, ഈ മൊണ്ടാഷുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു താളത്തിനനുസരിച്ച് കട്ട് ചെയ്യുന്ന ബി ലെനിൻ എന്ന് പറയുന്ന ഒന്നാം തരം എഡിറ്ററിനെയും കൂടെ നമ്മൾ ഓർക്കണം. ഏറ്റവും കൂടുതൽ പത്മരാജൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. 12 പടം മറ്റേ ചെയ്തു. 12 പടം ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര കേട്ടാലും മതി വരാത്ത അത്രയധികം ഓർമ്മകളാണ്, അത്രയധികം സിനിമകളാണ്, അത്രയധികം ചലച്ചിത്ര സ്വപ്നങ്ങളാണ് അദ്ദേഹം സാക്ഷാത്കരിച്ചത്, നമുക്ക് സമ്മാനിച്ചത്. ഓർമ്മകൾ എത്ര പെയ്താലും അത് അവസാനിക്കില്ല. പക്ഷേ നമ്മൾ തൽക്കാലം വിട പറയുന്നു. എന്തായാലും വളരെ മനോഹരമായ, ഹൃദ്യമായ ഒരു സംഗീത വിരുന്നായിരിക്കും ഈ എപ്പിസോഡ് എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് സന്തോഷം, നന്ദി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയെങ്കിൽ ക്ഷമിക്കുക.